The sermon, The Cruelty of Sin and the Penalty that it Cost to Rid Sin from Our Lives, was delivered on Good Friday evening, April 3, 1953 at the Branham Tabernacle in Jeffersonville, Indiana, USA. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്ക സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനെന്നും ഈ കാലത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയദാസനായ സഹോദരൻ വില്യം മറിയൻ ബ്രണഹാം അമേരിക്കയിലെ ജെഫേഴ്സൺവില്ലെ എന്ന സ്ഥലത്തെ ബ്രണഹാം കൂടാരത്തിൽ വെച്ച് 1953 ഏപ്രിൽ മാസം 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരം ചെയ്ത ദി ക്രൂവൽറ്റി ഓഫ് സിൻ ആൻഡ് ദ പെനാൽറ്റി ദാറ്റ് ഇറ്റ് കോസ്റ്റ് ടു റിഡ് സിൻ ഫ്രം അവർ ലൈവ്സ്, അതായത് പാപത്തിന്റെ ക്രൂരതയും പാപത്തെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പരിഹരിക്കുന്നതിന് വിലയായ പിഴയും എന്ന പ്രസംഗം മലയാള പരിഭാഷയോട് കൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ടോം, നിങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിന്റെ മുഴുവൻ ശബ്ദവും കൂടി കൂട്ടിവെക്കുമോ? ഇന്ന് രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു പകർച്ചപ്പനി പിടിപെട്ടിരുന്നു. ഞാനിവിടെ എത്താമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. സഹോദരൻ കോക്സിനെ ഇവിടേക്ക് അയച്ചിട്ട് ഞാൻ സഹോദരൻ നെവിലിയോട് പറയിച്ചു, അതായത് യോഗം തുടർന്നു കൊള്ളുവാൻ സഹോദരൻ നെവിലിയോട് പറയുക. കാരണം എന്റെ തൊണ്ട പരുഷമായിരിക്കുന്നതിനാൽ എനിക്ക് കഷ്ടിച്ച് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹം തിരികെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ വരുന്നതാണ് നല്ലത്. അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിശ്രമം നടത്താൻ ഞാൻ എല്ലായ്പ്പോഴും തയ്യാറാണ്. നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് വേണ്ടി എന്റെ തൊണ്ട തീരെ അടഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെയുള്ള ഈ ചെറിയ യന്ത്ര ഉപകരണത്തിന്റെ സഹായത്താൽ കുറച്ചുനേരം എനിക്ക് സംസാരിക്കാൻ കഴിയും. ഞാൻ ഇന്ത്യാനയിൽ വരുമ്പോഴെല്ലാം എന്റെ തൊണ്ട അടഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ എല്ലായ്പ്പോഴും ഒരു പനി പിടിക്കാറുണ്ട്. ഇവിടെ ഇത് അത്രമാത്രം താണ നിലയിലായിരിക്കുന്നു. ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തതുപോലെ കാണപ്പെടുന്നു. ഞാൻ പ്രാർത്ഥിക്കും, എങ്ങനെയൊക്കെയായാലും അത് വരുന്നത് പോലെ കാണപ്പെടുന്നു. എന്നാൽ എനിക്ക് ചെയ്യാവുന്നത്രയും ഏറ്റവും നല്ലതായിട്ട് ഞാൻ എല്ലായ്പ്പോഴും അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ആ രീതിയിലാണ് അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നമുക്ക് കഴിയാവുന്നത്രയും നല്ലതായിട്ടാകുന്നു. അത് മാത്രമാണ് ദൈവം ആദരിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും യോഗങ്ങളിൽ കൂടി കർത്താവ് നമ്മെ എല്ലാവരെയും അധികമായി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഗങ്ങൾ ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും തുടരുന്നതാണ്. അത് ശരിയല്ലേ സഹോദരൻ നെവിൽ? നാളെ രാത്രി വരെ തുടരുന്നതാണ്. എനിക്ക് ഇവിടെ നിന്നും മിഷണറിമാരുടെ ഒരു കൂട്ടം ജനങ്ങളോട് സംസാരിക്കുന്നതിനായി ലൂയിവിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു മിഷണറിമാരുടെ ജാഥയിൽ 17 or 27 രാജ്യങ്ങൾ അത് പ്രതിനിധാനം ചെയ്യുന്നതാണ്. നാളെ രാത്രിയിൽ കുറച്ചു നേരത്തേക്ക് എന്നെ അവർക്ക് ആവശ്യമായിരിക്കുന്നു. അത് ഞായറാഴ്ച രാവിലെയാണ്. എന്താകുന്നു ഇത്? സഹോദര, നിങ്ങളുടെ കൈകൾ അദ്ദേഹത്തിന്റെ മേൽ വയ്ക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കുന്നതിൽ കൂടെ അങ്ങയുടെ കരുണ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മേൽ നീട്ടിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഈ സമയത്ത് വളരെ രോഗിതനായിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്കായി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിക്കൊള്ളുക എന്ന് നീ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഈ ജനങ്ങളോടൊപ്പം നീ ഞങ്ങളുടെ സഹോദരനെ സുഖപ്പെടുത്തണമേ എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ കരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ മേൽ കൈവച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളും ഒരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിന്റെ പക്കലേക്ക് അയക്കുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ സഹോദരൻ അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്ന രോഗത്തിൽ നിന്നും വിമുക്തനാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, അദ്ദേഹത്തിന് സ്വല്പം കാറ്റ് കൊടുക്കുക. അദ്ദേഹം ചെറുതായെന്ന് ഞെരുക്കപ്പെട്ടതുപോലെയുണ്ട്. അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. ശ്രീമാൻ, നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കെട്ടിടത്തിന്റെ പിന്നിലായി കുറച്ച് കാറ്റ് കിട്ടുന്നിടത്തേക്ക് പോയിരുന്നു കൊള്ളുക. നമ്മുടെ സകല പ്രയാസങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു അറിയുന്നു. അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നവനാകുന്നു. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് അതിരാവിലെ ഉയർപ്പിന്റെ ശുശ്രൂഷയുണ്ട്. ഉയർപ്പിന്റെ ശുശ്രൂഷയായ ഈസ്റ്റർ എത്ര പേർ ഇഷ്ടപ്പെടുന്നു? നാം ഒരു മഹത്തായ അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ ഉയർപ്പിന്റെ ശുശ്രൂഷ എടുക്കുന്നതാണ്. അത് 6 മണി തൊട്ട് 7 മണിയായിരിക്കും. അതിനുശേഷം പ്രഭാത ഭക്ഷണത്തിനായി വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരിക. 9:30 മണിക്ക് സാധാരണയായുള്ള ഞായറാഴ്ചത്തെ യോഗം നടത്തുന്നതിനായി സഹോദരൻ നെവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച യോഗത്തിന് ശേഷം ഉടനെ തന്നെ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ ഞാൻ സ്നാന ശുശ്രൂഷ എടുക്കുന്നതാണ്. നിങ്ങൾ ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയും യേശു ക്രിസ്തു ദൈവപുത്രനായിരിക്കെ അവന്റെ ദിവ്യത്വത്തിൽ വിശ്വസിക്കുകയും ഞങ്ങളോടൊപ്പം കൂട്ടായ്മയുടെ സ്ഥാനമെടുക്കാനും സ്നാനപ്പെടുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഈസ്റ്റർ ദിവസം രാവിലെ ഏകദേശം 10:30 മണിക്ക് ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതിനു വേണ്ടി നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ വസ്ത്രങ്ങളെ കൊണ്ടുവരിക. നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ വിശേഷിച്ചും സ്ത്രീകൾക്ക് വേണ്ടി വ്യത്യസ്തമായ സൈസോടുകൂടിയ വസ്ത്രങ്ങൾ ഇവിടെ ലഭിക്കുമെന്നാണ്.
പുരുഷന്മാർക്ക് എല്ലാവർക്കും വേണ്ടി അതുണ്ടായിരിക്കുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഈസ്റ്റർ ദിവസം രാവിലെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരിക്കും. അതിനുശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു അടക്ക ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ഈ സ്ഥലത്ത് എവിടെയോ വസിച്ചിരുന്ന ആരോ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് സഹോദരൻ നെവിലിന്റെ ശുശ്രൂഷയിൽ കൂടി രക്ഷിക്കപ്പെട്ടിരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ പേര് ഈസ്റ്റോ എന്ന് മറ്റോ ആണ്. അവർ മരണവീട്ടിൽ നിന്നും എന്നെ വിളിച്ചിട്ട് ഞാനും സഹോദരൻ നെവിലും കുറച്ച് ആളുകളും കൂടി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മോട്ടാസ് ഫ്യൂണറൽ ഹോമിൽ വന്ന് പാട്ടുകൾ പാടിയിട്ട് ശവോടക്ക ശുശ്രൂഷ നടത്താമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ആ മഹിളയെ ഓർക്കുന്നില്ല. ഈസ്റ്റ് അല്ലെങ്കിൽ യാസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്നാണ്. നിങ്ങളിൽ പലരും അത് കഴിഞ്ഞ രാത്രിയിൽ പത്രത്തിൽ കണ്ടിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ, അത് എഡീന ജസ്റ്റിസ് ആകുന്നു. നിങ്ങൾ അവളെ അറിയുമായിരിക്കും. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നു, അല്ലേ? അത് ശരിയാണോ സഹോദരി? ഒരു ചെറുപ്പക്കാരിയായ യുവതിയായിരുന്നു. അവളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് അവൾ 2 3 കുട്ടികളെ വിട്ടുപോയിരിക്കുന്നതായും പറഞ്ഞു. അത് തീർച്ചയായും തീരെ ദുഃഖപരമായ ഒരു കാര്യമാണ്. ഇത് മർത്യജീവിതത്തിന്റെ ദുഷ്ടതയെ കാണിക്കുന്നു. അത് ശരിയല്ലേ? എന്നാൽ അവൾ ക്രിസ്തുവിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിലായിരിക്കുന്ന മറ്റേതൊരു വ്യക്തിയെക്കാളും ഏറ്റവും മെച്ചപ്പെട്ടതായ സ്ഥാനത്തായിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും കടന്നു പോകേണ്ടതായ മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിൽ കൂടി അവൾ കടന്നുപോയിരിക്കുന്നു. ഒരു ദിവസം ഞാനും നിങ്ങളും അതുവഴി യാത്ര ചെയ്യേണ്ടതാകുന്നു. എന്നാൽ നമുക്ക് യോർദാൻ ഒറ്റയ്ക്ക് മറികടക്കേണ്ടി വരില്ല, കാരണം അവൻ നമ്മുടെ രക്ഷിതാവാകുന്നു. അതുകൊണ്ട് നിങ്ങൾ മോട്ടാസ് ഫ്യൂണറൽ ഹോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മാപ്പിൾ സ്ട്രീറ്റിനും വാൾനട്ടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. അല്ല, അത് ലോക്കസ്റ്റിനും വാൾ സ്ട്രീറ്റിനും ഇടയ്ക്ക് നിങ്ങൾ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ നമ്പർ എന്താണ്? 221 ആകുന്നു. എനിക്ക് ചെറുപ്പമായിരുന്നപ്പോൾ അവിടെ സ്കോട്ട് ആൻഡ് കോംസിന്റെ ഫ്യൂണറൽ ഹോം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതിനുശേഷം ഞായറാഴ്ച വൈകിട്ട് സാധാരണയായുള്ള ഈസ്റ്റർ യോഗം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപക്ഷെ നാം മരണവും അടക്കവും പുനരുദ്ധാനവും ഞായറാഴ്ച വൈകിട്ട് പ്രസംഗിക്കുന്നതാണ്. അതിനെ തുടർന്നുള്ള ആഴ്ചയിൽ നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ യോഗങ്ങൾ തുടരണമോ അതോ എന്ത് ചെയ്യണമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഞായറാഴ്ച ഇവിടെ സന്നിഹിതരായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വളരെയധികം പ്രാസംഗികരെ ഞാൻ തിരിച്ചറിയുന്നു. ശ്രീമാൻ ഫുള്ളർ ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന് ആരോ എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം നമ്മുടെ യോഗങ്ങളിൽ വരാറുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെയുണ്ടോ? സഹോദരൻ ഫുള്ളർ, നിങ്ങൾ എന്നെ ന്യൂയോർക്കിലേക്കും അവിടെ നിന്നും പല പല സ്ഥലങ്ങളിലേക്കും യോഗങ്ങൾക്കായി കൊണ്ടുപോയിരുന്നു. അത് നിങ്ങളായിരുന്നില്ലേ? സഹോദരൻ ഫുള്ളർ, നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വേറൊരു ശുശ്രൂഷകനെ കൂടി ഇവിടെ കാണുന്നു. അത് സഹോദരൻ തോം ആകുന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും ഞാൻ അറിയുന്നില്ല, എന്നാൽ അദ്ദേഹത്തെ അവർ ജൂനിയർ എന്ന് വിളിക്കുന്നതായി ഞാൻ അറിയുന്നു. ജാക്സൺ, ബ്രദർ ജാക്സൺ, ജൂനിയർ ജാക്സൺ ആകുന്നു. സഹോദരൻ ജാക്സൺ, നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം എലിസബത്തിലെ മെത്തഡിസ്റ്റ് സഭയിൽ നിന്നുമാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം സുവിശേഷ പ്രവർത്തന മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പായി ഉടനെ തന്നെ ഒരു യോഗം അവിടെ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള മഹത്തായ വിളിയായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദിവസം തോറും ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ഇത് ദുഃഖ വെള്ളിയാഴ്ചയാകുന്നു. യെരുശലേമിൽ ഈ സമയത്തോടെ ശനിയാഴ്ച രാവിലെ ആയിട്ട് സൂര്യൻ ഉദിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ദിവസം മുഴുവനും ആ പഴയ പാതയിൽ കൂടെ കുരിശു വഹിച്ചുകൊണ്ട് പോയവൻ വിട്ടിട്ട് പോയ രക്തപങ്കിലമായ കാൽച്ചുവടുകളെ ജനങ്ങൾ ചവിട്ടി നീങ്ങിയിരിക്കുന്നു. അവരുടെ ആത്മാക്കൾ പീഡയിലായിട്ട് കരഞ്ഞ് കണ്ണുനീർ വാർത്തിരുന്നു. പല വലിയ വലിയ കത്തീഡ്രലുകൾ ഈ വലിയ ഓർമ്മ ദിവസത്തെ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് എപ്പോഴെങ്കിലും ഒരു ആഘോഷത്തിന്റെ സമയമുണ്ടായിരിക്കുന്നുവെങ്കിൽ അത് ഈ പ്രയാസത്തിന്റെ നാഴികയാകുന്നു. നമ്മുടെ സഹോദരി പഴയ ഓർഗനെ കാണുന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഞാനൊരു ഓർഗൻ ഇഷ്ടപ്പെടുന്നു. ഞാനൊരു പഴയ പരിഷ്കാരമുള്ളവനാകുന്നു. യേശുവെ, എന്നെ കുരിശിന്റെ അടുക്കൽ വെക്കണമേ എന്ന ആ പാട്ടിന് വേണ്ടിയ ഒരു രാഗം കിട്ടുമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. വളരെ സമയങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള നല്ല പഴയ പരിഷ്കാരത്തോടു കൂടിയ പാട്ടുകൾ നാം പാടുമായിരുന്നു. നമുക്കെല്ലാവർക്കും കൂടി അത് പാടാൻ കഴിയുമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. അവിടെ ഒരു വിലയേറിയ ഉറവുണ്ട്. എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള ഒരു രോഗശാന്തിയുടെ നീരുറവ കാൽവറിയിലെ മലയിൽ നിന്നും ഒഴുകുന്നു. ഈ പാട്ടിന്റെ വരികൾ എത്ര പേർക്കറിയാം? ശരി, നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പാടുക. ഇപ്പോൾ നമ്മളുടെ ചുറ്റുമായി ഒരു മറ വലിച്ചിട്ടുകൊണ്ട് നമ്മുടെ മനസ്സുകളെ 1900 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഉച്ചനേരത്തേക്ക് ഉറപ്പിക്കാം. അതെന്തൊരു ബലിയായിരുന്നു! ഇതുപോലൊരു കാര്യം ലോകം ഒരിക്കലും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് ലോകത്തെ മുഴുവനും ഇളക്കിക്കളഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തിനടുത്തായി നിന്നുകൊണ്ട് അവന്റെ കൂടെ കൂട്ടായ്മ ചെയ്യുകയും അവന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനും ആഗ്രഹിക്കുന്നില്ലേ? നമുക്കെല്ലാവർക്കും കൂടി ആ പഴയ രാഗത്തിൽ ഇപ്പോൾ ഇത് പാടാം. നിങ്ങൾ സ്വയം അവന്റെ അടുക്കലായിരുന്നെങ്കിൽ അത് പാടുമായിരുന്ന രീതിയിൽ പാടാം. ശരി, സഹോദരൻ തോം, നിങ്ങൾ ഈ പാട്ട് നയിക്കുന്നതിന് എന്നെ സഹായിക്കുമോ? ഇപ്പോൾ എന്റെ പക്കൽ അത്രയും ശബ്ദമില്ല. ശരി, ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് പതിയെ അത് മൂളിക്കൊണ്ട് പാടാം. നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റാരും തന്നെ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തില്ല. നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട്
കർത്താവെ എന്നെ ഓർക്കണമേ എന്ന് പറയില്ലേ എന്ന് ഞാൻ അതിശയിക്കുന്നു. നീ എനിക്ക് വേണ്ടി ക്ഷീണിച്ചും കഷ്ടപ്പെട്ടും രക്തമൊഴുക്കിയും കൊണ്ട് മരിച്ചതിനെ ഞാൻ വിലമതിക്കുന്നു. ഞാൻ അയോഗ്യനാകുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ കൈകളെ ഉയർത്താൻ പോകുകയാണ്. കർത്താവെ, നീ എന്നെ കാണണമേ. ഞാൻ എന്റെ ജീവനെ വീണ്ടും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ ദുഃഖ വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ എന്നെ സ്വയമായി നിനക്ക് വീണ്ടും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഈ കരങ്ങൾ ഉയർത്തിയ ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുള്ള ധൈര്യമില്ലാത്തവരെ നീ അനുഗ്രഹിക്കണമേ. സർവ്വസമ്പന്നനായ നീ ഇന്ന് രാത്രിയിൽ ഇവരിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാൽവരിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ ദൈവം ലജ്ജയോടെ അവിടെ കിടന്നിരുന്നു. ഒരു ധനവാനായ മനുഷ്യൻ പീലാത്തോസിനോട് യാചിച്ചിട്ട് അവന്റെ ശരീരത്തെ തന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ടു പോവുകയും ശീലയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വെക്കുകയും ചെയ്തു. ഹോ ദൈവമേ, ആ പാവം പിടിച്ച ശിഷ്യന്മാർക്ക് അതെന്തൊരു അനുഭവമായിരിക്കണം. ആ സമയത്ത് അവർ തോൽപ്പിക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടിരുന്നു. അവർ അത്രമാത്രം വിശ്വസിച്ചിരുന്നവനായ അവൻ പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു നീണ്ട സമയത്തേക്കായിരുന്നില്ല. അതൊരു രക്തപങ്കിലമായ ബലിയായിരുന്നു. അത്രമാത്രം. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ ആനന്ദം വരികയും ചെയ്തു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളും ഇപ്പോൾ അതിന്റെ ആഘോഷ സമയത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിലയായ കഷ്ടങ്ങളെയും ഞങ്ങളുടെ സന്തോഷത്തിന്റെ വിലയായ ദുഃഖത്തെയും ഞങ്ങൾ മനസ്സിലാക്കാനിടയാക്കണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തന്നെ നിനക്കായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാക്കൾ ദുഃഖിതാവസ്ഥയിലായിട്ട്, ഓ ദൈവമേ, അതെന്തൊരു ഭയാനകരമായ മരണമായിരുന്നുവെന്ന് നോക്കിക്കാണുവാനിടയാക്കണമേ. എങ്കിൽ പാപം എത്ര ക്രൂരമായിരിക്കണം. പിതാവെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നിന്റെ ദാസൻ തീരെ അടഞ്ഞുപോയ സ്വരവുമായി ഇവിടെ നിൽക്കുകയും നിന്റെ കുഞ്ഞുങ്ങൾ വചനത്തിൽ നിന്നും എന്തെങ്കിലും കേൾക്കുന്നതിനായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നീ എന്നെ സഹായിക്കണമേ. കർത്താവെ, എന്നെ സഹായിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിനക്കായി വീണ്ടും സമർപ്പിക്കുമ്പോൾ ജീവന്റെ വചനത്തെ സൗജന്യമായി ഞങ്ങൾക്ക് മുറിച്ചു തരണമേ. ഞങ്ങൾ ആ ബലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കണ്ണുനീർ ഞങ്ങളുടെ മാർവിടത്തിലേക്ക് വീഴുന്നു. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളുടെ മാറ്റമില്ലാത്ത ശ്രദ്ധ എനിക്ക് തരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ വചനത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം ഇപ്പോൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് യെശയ്യാവ് 53 അധ്യായത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഇന്ന് നാം റേഡിയോ പ്രക്ഷേപണങ്ങളും മറ്റും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചു. എവിടെയെങ്കിലും പോയി മുട്ടുകുത്തുന്നതിൽ നിന്നും എന്നെ തന്നെ തടയാൻ കഴിയാതെ വന്നു. കാൽവരിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് കരയേണ്ടിയതായി വന്നു. ഞാൻ റേഡിയോ പരിപാടികളൊന്നും കേട്ടിരുന്നില്ല. ഒരുപക്ഷെ സുവിശേഷത്തിൽ നിന്നും അവർ പ്രസംഗിച്ചെന്നിരിക്കാം. ഒരുപക്ഷെ നാളെ രാത്രിയിൽ നാം ആ നിലപാടിൽ കൂടി അതിനെ സമീപിക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. ഞാൻ പാപത്തിന്റെ ക്രൂരതയും പാപത്തെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പരിഹരിക്കുന്നതിന് വിലയായ പിഴയും എന്ന വിഷയത്തെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ 53 അധ്യായത്തിൽ പ്രവാചകൻ കർത്താവിന്റെ വരവിന് 714 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്കുകളെ പറഞ്ഞു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് പോയി തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെയിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എന്റെ ജനത്തിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. തിരുവെഴുത്തിൽ നിന്നുമുള്ള ഒരു പഠനമായി ഇതിനെ വിളിച്ചാൽ ഞാൻ 6-ാമത്തെ വാക്യം അതിനുവേണ്ടി എടുക്കുന്നതാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. കുറച്ചു നേരത്തേക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു.
കർത്താവിന്റെ ആനന്ദം നമ്മുടെ മധ്യേ എത്തുമ്പോൾ നാം എല്ലാവരും സന്തോഷമുള്ളവരാകുന്നു. ഞാനും നിങ്ങളോടൊപ്പം എത്രയധികമായിട്ട് ആനന്ദിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി എന്ത് വിലയാണ് കൊടുക്കപ്പെട്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് നിന്നിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നിലായി കൊടുക്കപ്പെട്ട വില എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെന്തൊരു ശിക്ഷാവിധിയും പാപത്തിന്റെ പിഴയുമായിരുന്നു. ദൈവപുത്രൻ കാൽവരിയിലേക്ക് പോവുകയും ദൈവം അവനെ അടിക്കുകയും തന്റെ മുഖത്തെ അവങ്കിൽ നിന്ന് മറച്ചു കളയുകയും അവനെ പീഡിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ പാപം എത്ര ക്രൂരമായിരിക്കണം. അവൻ ആരായിരുന്നുവെന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും കൂടി ഒരു ചെറിയ ശൂന്യാകാശ യാത്ര നടത്തിക്കളയാം. നമുക്ക് 100 കോടി വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകാം. അവിടെ ഇതിനു മുമ്പ് ഒരു ലോകമോ ഒരു നക്ഷത്രം പോലുമോ ഉണ്ടായിരുന്നില്ല. അവിടെ നിങ്ങൾക്ക് ശൂന്യാകാശം മാത്രം കാണുവാൻ കഴിയും. ആ ശൂന്യത മുഴുവൻ ദൈവമായിരുന്നു. ആദിയിൽ ദൈവമുണ്ടായിരുന്നു. നാം ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ചെറിയ വെളുത്ത പ്രകാശം നിലവിലാകുന്നത് കാണുന്നു. അതിനെ നാം ഒരു പ്രഭാവലയം എന്ന് വിളിക്കാം. അത് ദൈവപുത്രനായിരുന്നു. അത് ആദിയിൽ ദൈവത്തിൽ നിന്നും വന്ന ലോഗോസ് ആയിരുന്നു. അതിനുശേഷം അവൻ അവിടെ നിൽക്കുകയും അവൻ തന്റെ മനസ്സിൽ ലോകം എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയും അവന്റെ മനസ്സിൽ തന്നെ അതിന്റെ ചിത്രം വരയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ഒരണു പൊട്ടുവാൻ തുടങ്ങുകയും പരമാണു അതിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അതാദ്യത്തെ പരമാണുവിന്റെ വിസ്ഫോടനമായിരുന്നു. അതിനുശേഷം ഈ കണികകൾ തമ്മിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയും അതൊരു തീക്കനലാകുകയും ഈർപ്പം പോലെയാകുകയും, അല്ലെങ്കിൽ അതങ്ങനെ എന്തായിരുന്നാലും അത് പൊട്ടുവാൻ തുടങ്ങിയിട്ട് ഈ അണുക്കൾ പൊട്ടുവാൻ തുടങ്ങി. അതിന് കുറച്ചു നേരത്തിന് ശേഷം ഒരു നക്ഷത്രം വരികയും അല്ലെങ്കിൽ ഒരു മിസൈൽ വായുവിൽ കൂടി പറന്ന് യാത്ര ചെയ്യാനും തുടങ്ങി. അവനത് ശ്രദ്ധിച്ചു. അതൊരു പക്ഷേ കുറച്ച് കോടിക്കണക്കിന് വർഷങ്ങളോളം യാത്ര ചെയ്തിട്ട് നിന്നുപോയി. അവന് യാതൊരു ധൃതിയുമില്ലായിരുന്നു. അവൻ എന്നേക്കുമായി ധാരാളം സമയമുണ്ടായിരുന്നു. അവൻ ആദ്യ തൊട്ട് അവസാനമാകുന്നു. അവനോടൊപ്പം സമയമെന്നൊരു കാര്യമില്ല. അതിനുശേഷം മറ്റൊന്ന് പറക്കാൻ തുടങ്ങി. അത് ഈ രീതിയിൽ വന്നിട്ട് നിന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ തന്റെ ആദ്യത്തെ ബൈബിൾ എഴുതുകയായിരുന്നു. ആദ്യത്തെ ബൈബിൾ അത് ആകാശങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് രാശിചക്രമാകുന്നു. അത് കന്യകയിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെയാണ് അവൻ ആദ്യം വന്നിരുന്നത്. അത് ലിയോ എന്ന സിംഹത്തിൽ അവസാനിക്കുന്നു. അത് രണ്ടാമത്തെ വരമാകുന്നു. അങ്ങനെ അവൻ തന്റെ ആദ്യത്തെ ബൈബിൾ എഴുതുകയായിരുന്നു. രണ്ടാമത്തെ ബൈബിൾ എഴുതിയത് ഹാനോക്കായിരുന്നു. അത് പിരമിഡിനുള്ളിൽ ഇട്ടിരുന്നു. മൂന്നാമത്തേതും അവസാനത്തേതുമായി എഴുതിയിരിക്കുന്നത് ഇതാകുന്നു: ദൈവം എല്ലായ്പ്പോഴും 3-ൽ തന്റെ കാര്യങ്ങളെ ചെയ്യുന്നു. ദൈവം 3-ൽ സമ്പൂർണനാകുന്നു. അവൻ സമ്പൂർണനാകുന്നു. എന്നോട് ക്ഷമിക്കണം. അവൻ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും സമ്പൂർണനാകുന്നു. അവൻ നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും പരിശുദ്ധാത്മ സ്നാനത്തിലും സമ്പൂർണനാകുന്നു. അവൻ തന്റെ 3കളിൽ സമ്പൂർണനായിരിക്കുന്നു. നാം അവന്റെ കൈപ്പണിയാകുന്നു. അതുകൊണ്ട് നാമും ശരീരം, പ്രാണൻ, ആത്മാവ് എന്നീ 3-ൽ സമ്പൂർണരാകുന്നു. നമ്മുടെ ശരീരം ഞരമ്പുകളാലും രക്തത്താലും കോശങ്ങളാലും നിയന്ത്രിക്കപ്പെട്ടിട്ട് എല്ലാം 3-ൽ സമ്പൂർണമാകുന്നു. അങ്ങനെ അവൻ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അല്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രഭാവലയം ലോകത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് വെറും ഒരു തീക്കനൽ പോലെ ഉരുകി ഒരു വലിയ മഞ്ഞുമല പോലെ തൂങ്ങിക്കിടന്നിരുന്നു. അവനത് സൂര്യന്റെ അടുത്തേക്ക് നീക്കി. അത് സൂര്യന് ചുറ്റുമായി കറങ്ങാൻ തുടങ്ങി. അത് ഉരുകാൻ തുടങ്ങിയും മഞ്ഞുകട്ടയുടെ വലിയ ഹിമാനികൾ അതിൽ നിന്നും അയഞ്ഞു വീഴാൻ തുടങ്ങി. ടെക്സാസും അതിന്റെ സമഭൂമിയും അവിടെ നിർമ്മിക്കപ്പെട്ടു. ഈ മഞ്ഞുമലകൾ എപ്രകാരം താഴേക്ക് വന്നിരുന്നുവെന്നുള്ളതിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. കൂടാതെ നല്ല ഇതിഹാസകന്മാർക്ക് അത് ചിത്രീകരിക്കാനും കഴിയും. അതിനുശേഷം അത് മെക്സിക്കോയുടെ ഉൾക്കടലിലേക്കും മറ്റും ഒഴുകിയിട്ട് വെള്ളവുമായി ചേർന്ന് ഒരു ഇടുങ്ങിയ തട്ടാകാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. നാം ഉത്പത്തിയുടെ 1-ാം അധ്യായത്തിലെത്തിയിരിക്കുന്നു. അതിനുശേഷം ദൈവം വെള്ളത്തെയും വിധാനത്തെയും തമ്മിൽ വേർപിരിവാക്കി. പിന്നെ അവൻ വെളിച്ചമുണ്ടാക്കി. അതിനുശേഷം അവൻ സകല സൃഷ്ടിയും സൃഷ്ടിച്ചു. അതിനുശേഷം മരങ്ങളും വൃക്ഷങ്ങളും മറ്റെല്ലാം വളർന്നു വരാൻ തുടങ്ങി. എന്തൊരു മനോഹരമായ ഒരുക്കമായിരുന്നു! അവൻ അത് ഇഷ്ടപ്പെട്ടു. അത് മനോഹരമായിരുന്നു. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. അതിനാൽ ഈ അവസ്ഥയിൽ അതിനെ അവന് വിട്ടുകളയാൻ കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം എന്തെങ്കിലും അവന് വിടേണ്ടിയിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, നാം, അത് ബഹുവചനമാകുന്നു, നമ്മുടെ, ഇത് ബഹുവചനമാണ്, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെ ദൈവം തന്റെ ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അതൊരു ആത്മീയ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിന്റെ അല്ലെങ്കിൽ ലോഗോസിന്റെ ആയ ദൈവപുത്രന്റെ തരത്തിൽപ്പെട്ട എന്തോ ഒന്നായിരുന്നു. അത് ആദ്യത്തെ മനുഷ്യനായിരുന്നു. അതിനുശേഷം അവന് സകല ജീവജന്തുക്കളെയും നയിക്കുന്നതിനുള്ള അധികാരം കൊടുത്തു. അത് പരിശുദ്ധാത്മാവ് ഇന്നൊരു വിശ്വാസിയെ നയിച്ചുകൊണ്ട് ഇവിടെ പോയി അത് ചെയ്യുക എന്ന് പറയുന്ന മാതിരിയാണ്. നാം പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ ആദാം ആ നാളിൽ ജീവജന്തുക്കളെ നയിച്ചിരുന്നത് പോലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കും. അങ്ങനെ അവൻ അവരെ ഉണ്ടാക്കി. അതിനുവേണ്ടി അവൻ മനുഷ്യനെ ഭൂമിയിലെ പൊടിയിൽ നിന്നുമുണ്ടാക്കി. അവിടെ നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. വേല ചെയ്യുവാനായി ഒരു ശരീരത്തോടു കൂടിയ മനുഷ്യനുണ്ടായിരുന്നില്ല.
അതിനാൽ അവൻ മനുഷ്യനെ ഭൂമിയിലെ പൊടിയിൽ നിന്നുമുണ്ടാക്കി. അവിടെയാണ് സസ്യശാസ്ത്രകാരനും അല്ലെങ്കിൽ ശാസ്ത്രവും ക്രിസ്തുമതവും തമ്മിൽ പൊരുത്തമില്ലാതിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ മനുഷ്യൻ ഒരു വ്യത്യസ്തമായ ജീവനിൽ നിന്നും വന്നിരിക്കുന്നുവെന്ന് ശാസ്ത്രം പറയുകയും നിങ്ങൾ ഒരു മനുഷ്യനെ നോക്കിയാൽ അവൻ ദൈവത്തിന്റെ രൂപത്തിലാകുന്നുവെന്ന് നാം പറയുകയും ചെയ്യുന്നു. ഇത് തുടക്കത്തിലുള്ള ദൈവത്തിന്റെ സ്വരൂപമല്ല, ഇത് മൃഗീയ ജീവന്റെ സ്വരൂപമാണ്. പരിണാമവാദക്കാർ അതിനെക്കുറിച്ച് തർക്കിക്കുന്നു. എല്ലാം ഒരു കോശത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള പരിണാമത്തിന്റെ ചങ്ങലെ അവർ വിശ്വസിക്കുന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ നാം പരിണാമത്തിൽ കൂടി വന്നിരിക്കുന്നുവെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. അതൊരു മനുഷ്യനിൽ നിന്നും വേറൊരു മനുഷ്യനിലേക്കുള്ള പരിണാമമാണ്. അങ്ങനെ ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഭൂമിയിലെ പൊടി കൊണ്ടുണ്ടാക്കി. ഇത് ദൈവത്തിന്റെ സ്വന്തം രൂപമല്ല, അവൻ മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ജീവന്റെ ശ്വാസത്തെ അവന്റെ മൂക്കിൽ ഊതുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പ്രാണൻ എന്ന് പറയുന്നത് അവന്റെ ആത്മാവിന്റെ സ്വഭാവമാണ്. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ആത്മാവ് ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് അതേ ആത്മാവിന്റെ ഒരു പുതിയ സ്വഭാവം കിട്ടുന്നു. ഇത് അതേ ആത്മാവ് തന്നെയാകുന്നു, എന്നാൽ പുതിയ സ്വഭാവമായിരിക്കുന്നു. നിങ്ങൾ രണ്ട് മനുഷ്യരെ എടുത്ത് ഒരുമിച്ച് നിർത്തുക, രണ്ടുപേരും ഒരേപോലെ കാണപ്പെടും. അവരിൽ ഒരുവൻ ഒരു പാപിയും മറ്റൊരുവൻ ഒരു ക്രിസ്ത്യാനിയുമാകും. അവരിൽ ഒരുവൻ പറയും, നിങ്ങൾക്കുള്ള അതേ ആത്മാവ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവരിൽ ഒരുവന്റെ പ്രാണൻ വ്യത്യസ്തമായതാകുന്നു, അവന്റെ സ്വഭാവം വ്യത്യസ്തമാകുന്നു, അവന് മാറ്റം വന്നിരിക്കുന്നു. അതിനുശേഷം അവൻ ഈ മനുഷ്യനിൽ ശ്വാസമൂതി. ഇപ്പോൾ അവൻ എങ്ങനെ അവനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അവന്റെ ഭൗമിക വീടുമായി സംബന്ധപ്പെടുന്നതിന് അവന്റെ ഉള്ളിൽ കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നീ 5 ഇന്ദ്രിയങ്ങളെ അവനിലിട്ടു. ഈ രീതിയിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ആ ഇന്ദ്രിയങ്ങൾ ദൈവവുമായി സംബന്ധപ്പെടുന്നതിനായിരുന്നില്ല. ദൈവവുമായി സംബന്ധപ്പെടുന്ന ഇന്ദ്രിയം അവന്റെ ആത്മാവായിരുന്നു. പാപം ചെയ്യുന്ന ഏതൊരു പ്രാണനും മരിച്ചു പോകും. ഞാനിപ്പോൾ ഒരു കാര്യത്തെ എടുക്കുന്നതിന് വേണ്ടി ഒരു നീണ്ട വഴിയിൽ കൂടി ചുറ്റിപ്പോവുകയാണ്. എന്നാൽ അതിന്റെ ഓരോ ആശയത്തെയും നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. അതിനാൽ ദൈവത്തിന് കാൽവരിയിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണുവാൻ കഴിയും. ഈ മനുഷ്യന് ദൈവം 5 ഇന്ദ്രിയങ്ങൾ നൽകിക്കൊണ്ട് അവനെ ഉണ്ടാക്കി. അതിനുശേഷം മനുഷ്യൻ ഏകനായിരുന്നു. അതിനാൽ അവന് തക്കതായ തുണയായി അവന് ഒരു ഭാര്യയെ അവന്റെ ഭാര്യയിൽ നിന്നും എടുത്തുണ്ടാക്കി. ഇത് മനോഹരമായ ഒരു മാതൃകയാകുന്നു. ഇവയെല്ലാം മാതൃകകളായിട്ട് ദൈവം ക്രിസ്തുവിന്റെ ഒരു വശത്ത് നിന്നും മണവാട്ടിയെടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? ദൈവം ആദാമിന്റെ ഒരു വശം തുറന്നിട്ട് ഒരു വാരിയൽ എടുത്തു. മനുഷ്യന്റെ ശരീരഘടനയിൽ സ്ത്രീയെക്കാളും ഒരു വാരിയൽ പുരുഷന് കുറവാണ്. അങ്ങനെ ദൈവം കാൽവരിയിൽ വെച്ച് ക്രിസ്തുവിന്റെ ഒരു വശം തുറന്നിട്ട് മണവാട്ടിയെ പുറത്തെടുത്തു. സഭ ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് വരുന്നു. അപ്രകാരമാണ് നാമും വരുന്നത്, മറ്റ് യാതൊരു രീതിയിലും കൂടിയല്ല. നിങ്ങൾ എത്ര സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും, നിങ്ങൾ എത്ര നല്ല മനുഷ്യനായിരുന്നാലും, എത്ര നല്ല സ്ത്രീ ആയിരുന്നാലും, നിങ്ങൾ ദൈവത്തിന്റെ എല്ലാത്തിലും മതിയായ ബലിയെ സ്വീകരിച്ചിരിക്കണം. അതവന്റെ നിയോഗിക്കപ്പെട്ട വഴിയാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. അത് ശരിയാണ്. ആ ഒരു വഴിയിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. ആ ഒരൊറ്റ വഴി മാത്രം, അത് വാതിലാകുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ പ്രസിദ്ധിയാർജിച്ച ഉപമ പഠിപ്പിച്ചിരുന്നു. അവൻ പറഞ്ഞു, കല്യാണ വിരുന്ന് ഒരുക്കപ്പെടുകയും എല്ലാവർക്കും കല്യാണ വസ്ത്രം കൊടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ വസ്ത്രം കൂടാതെ അവിടെ ഒരു മനുഷ്യനെ അവൻ കണ്ടിട്ട് അവനോട്, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. പൗരസ്ത്യ രീതി പ്രകാരം മണവാളൻ സകല ആളുകളെയും ക്ഷണിക്കുന്നു. അവൻ 50 പേരെ ക്ഷണിച്ചാൽ അവൻ 50 വസ്ത്രമുണ്ടായിരിക്കും. അവൻ വാതിക്കൽ എവിടെയോ നിന്നുകൊണ്ട് ഓരോ മനുഷ്യരും കടന്നു വരുമ്പോൾ ധനികനായാലും ദരിദ്രനായാലും ഈ വസ്ത്രം അവന്റെ മേലിടുന്നു. അതിനുശേഷം അവർ ധനികനാണോ ദരിദ്രനാണോ എന്ന് ആരും അറിയുന്നില്ല. ഈ വസ്ത്രത്തിൽ എല്ലാവരും ഒരുപോലെ കാണപ്പെടുന്നു. അതേ രീതിയിൽ തന്നെ ദൈവം ഇന്നും ചെയ്യുന്നു. ഇതൊരു മാതൃകയായിട്ട് അവൻ ക്ഷണിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ പരിശുദ്ധാത്മാവ് നൽകുന്നു. നാം എല്ലാവരും തുല്യരാണ്. ഒരുവൻ മറ്റൊരുവനേക്കാൾ നല്ലവനായതുകൊണ്ടോ ഒരുവൻ മറ്റൊരുവനിൽ നിന്ന് ഉയർന്നവനായതുകൊണ്ടോ അല്ല. കല്യാണ വിരുന്നിലേക്ക് വിളിക്കപ്പെടുന്ന എല്ലാവരും ദൈവം മുമ്പാകെ തുല്യരാണ്. അതിനുശേഷം അവൻ അകത്ത് കടന്നു വന്ന് ഒരു മനുഷ്യനെ കണ്ടു. ഒരൊറ്റ വാതിലിൽ കൂടി മാത്രമാണ് അകത്ത് കടക്കുന്നത്. കാരണം അവിടെയാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തിരുന്നത്. അവൻ കല്യാണ വിരുന്നിന്റെ മേശയിൽ കല്യാണ വസ്ത്രമില്ലാതെ ഒരു മനുഷ്യനെ കണ്ടെത്തി. അവൻ ചോദിച്ചു, സ്നേഹിത, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കല്യാണ വസ്ത്രമില്ലാതെ നീ ഇവിടെ അകത്ത് കടന്നു വന്നത് എങ്ങനെ? അവന് വാക്കുമുട്ടിപ്പോയി. അവൻ ഒരു ജനലിൽ കൂടെയോ മറ്റേതോ വഴിയിൽ കൂടെയോ അകത്ത് കടന്നിരുന്നു. അവൻ വാതിലിൽ കൂടെ അകത്ത് കടന്നിരുന്നില്ല. ക്രിസ്തുവിൽ കൂടെ അവന്റെ ശരീരത്തിലെ അംഗമാകുന്ന ഓരോ വ്യക്തിയും ഈ കല്യാണ വസ്ത്രമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ കടന്നു വരുന്ന ഉടനെ തന്നെ നിങ്ങളെ ധരിപ്പിക്കുന്നതിനായി അവൻ അവിടെ നിൽക്കുന്നു. അത് തന്നെയാണ് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ് അവൻ ചെയ്യുന്നതും. ഇപ്പോൾ ആദിയിൽ ഏദൻ തോട്ടത്തിൽ അവന് തക്ക തുണയായി ഒരു ഭാര്യയെ ഉണ്ടാക്കി. അതിനെക്കുറിച്ചുള്ള ചില ചിത്രകാരന്മാരുടെ പടങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ മാസികകളിലും മറ്റുമായി കാണാം. അത് തീരെ മോശമായ ഒരു പ്രചോദനമാണ്. നിങ്ങൾ ഹൗവയെ പ്രകാരം മുടിയഴിച്ചിട്ട് നിൽക്കുന്നത് കാണുകയാണെങ്കിൽ, ഹോ, അത് കാഴ്ചയ്ക്ക് അത്ര ഭയങ്കരമായിട്ട് ഇതായിരുന്നോ നമ്മുടെ മാതാവ് എന്ന് നിങ്ങൾ ചോദിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ
ഇപ്രകാരം വരയ്ക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളെ പ്രശംസിക്കാൻ ലോകത്തിൽ ആരും തന്നെ കാണുകയില്ല. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീകളിലും വെച്ച് ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീ ഹവ്വയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണ്. ആദാം അവളെ നോക്കിയപ്പോൾ ആ നോട്ടത്തിന്റെ പ്രവണത ഇന്നും മനുഷ്യജാതിയിൽ കൂടി തുടർന്നുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു. അതങ്ങനെയല്ലെങ്കിൽ പിന്നെ നേരെ മറിച്ചാകുന്നു. അങ്ങനെ ആദം ഹവ്വയെ തന്റെ ഭാര്യയെ എടുത്തു. അതിന്റെ ശേഷം പാപം കടന്നു വന്നപ്പോൾ ആ പാപം എന്തായിരുന്നുവെന്നുള്ളതിന്റെ എന്റെ ആശയം എനിക്കുണ്ട്. ഞാനത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ ക്ലാസ്സിൽ കൂടെ ആദിയിൽ ആ പാപം എന്തായിരുന്നുവെന്ന് എടുക്കുന്നതല്ലാതെ സഭയിൽ അത് വ്യക്തമാക്കുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും അത് സംഭവിച്ചപ്പോൾ അത് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും അവരെ വേർപെടുത്തി കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാകുന്നു. അങ്ങനെ ദൈവം അത് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ദൂതന്മാർ വന്ന് ദൈവത്തോട് നിന്റെ മകൻ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ പാപം ചെയ്തിരിക്കുന്നു, അവൻ വീണുപോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ മനുഷ്യന്റെ പ്രവണതയെ നോക്കുക. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ തനിക്ക് സ്വയം ഒരു മതമുണ്ടാക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ അവൻ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു മതമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ നഗരത്തിലുള്ള ഒരു പ്രശസ്തനായ വ്യക്തിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹ്നാം, എന്റെ മതം എന്താണെന്നാൽ സുവർണ ചട്ടത്തെ പാലിക്കുകയാണ്. അത് കൊള്ളാം. എന്നാൽ സഹോദര, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ നശിച്ചു പോകും. അതെ, അവന് വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. സുവർണ ചട്ടമൊക്കെയും കൊള്ളാം. ഒരു സാൻമാർഗിയായ മനുഷ്യന് അത് ചെയ്യാൻ കഴിയും. എന്നാൽ അതെല്ലാം അമാനുഷികതയുടെ നിരയിലായിരിക്കണം. നാം അമാനുഷികമായി ജനിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യേണ്ടിയിരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അവർ പാപം ചെയ്തപ്പോൾ അവർ സ്വയം തന്നെ ഒരു മതമുണ്ടാക്കി. ഒരു മതം എന്ന വാക്കിന്റെ അർത്ഥം ആവരണം എന്നാകുന്നു. ഇത് എന്തെങ്കിലും ഒരു മറ പോലെയാകുന്നു. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ മേലങ്കി എന്നത് എനിക്കൊരു സാൻമാർഗികമായ മതമാകുന്നു. കാരണം ഇതെന്റെ ശരീരത്തെ മറയ്ക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങളും അതേപോലെയാകുന്നു. ഇതൊരാവരണമാകുന്നു. ശ്രദ്ധിക്കുക, ദൈവവുമായിട്ട് അഭിമുഖീകരിക്കാതിരുന്നിടത്തോളം ആദാമിന് അവന്റെ അത്തിയില കൊള്ളാമായിരുന്നു. എന്നാൽ ദൈവവുമായിട്ട് അഭിമുഖീകരിക്കപ്പെട്ടപ്പോൾ അവന്റെ അത്തിയില കൊണ്ട് അവന് യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ സ്നേഹിത, നിങ്ങൾ ഒരു നല്ലവനായ മനുഷ്യനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാനിടയുണ്ട്. അങ്ങനെയാകുകയും ചെയ്യാം. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ ദൈവവുമായിട്ട് അഭിമുഖീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതായ ബലിയെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയവനാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ഞാൻ അങ്ങനെയുള്ള മനുഷ്യരുടെ മരണക്കിടക്കയുടെ അടുത്ത് നിന്നുകൊണ്ട് അവർ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെ ശാന്തരാക്കുന്നതിന് വേണ്ടി ഡോക്ടർ അവരുടെ കൈകളിൽ കുത്തിവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നിലവിളിച്ചുകൊണ്ട് അപ്രകാരം തുടരും. അവർക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും. ഞാൻ പറയും, ഡോക്ടർ, 1 മിനിറ്റ് നേരത്തെ കൂടി അത് ദയവായി മാറ്റിവെക്കുക. നിങ്ങൾ ശരിയാണെന്ന് അവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ കേൾക്കാൻ കഴിയും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദൈവത്താൽ പുനർജനിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിയും ആ നാശത്തിന്റെ പാതയിൽ പോകും. നിങ്ങൾക്കതിനെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം പ്രാണൻ നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നെങ്കിൽ പിന്നെ മുകളിലേക്ക് പോകാൻ നിങ്ങൾ ബാധ്യസ്ഥരാകുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം പ്രാണൻ തന്നെ അത് ചെയ്യും. അതൊരു മന്ത്രവടി കൊണ്ട് എവിടെയെങ്കിലും വാതിൽ തുറക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ മന്ത്രവടിയില്ലെങ്കിൽ അത് വാതിൽ തുറക്കപ്പെടുകയില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയമായി നിഷേധിക്കപ്പെട്ടു പോകും. അത്രമാത്രം. അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ അവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ലെന്ന് ദൈവം അറിഞ്ഞിരുന്നു. അവർ മറഞ്ഞിരുന്നു. ഏതോ മുൾച്ചെടിയുടെ പിന്നിലായി മറഞ്ഞിരുന്നു. അവർ മറഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ആവരണം മതിയായതല്ലായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഇന്ന് സഭയിൽ പോകുന്നു. ഭദ്രാസന പള്ളികളിൽ മണിയടിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് ജനങ്ങൾ പള്ളിയിൽ പോകുകയും തയ്യാറാകുകയും സ്ത്രീകൾ അവരുടെ ഈസ്റ്ററിന്റെ തൊപ്പിയും മറ്റും വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ദൈവമേ, ഇതെന്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഒരു കുഴിമുയലിന് ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇല്ല ശ്രീമാൻ, ഒരു ക്രിസ്മസ് മരത്തിന് ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന് എനിക്കറിയില്ല. സ്നേഹിതരെ, ഇത് വിഗ്രഹാരാധനയാകുന്നു. നാം നമ്മുടെ പാത തെറ്റി മറ്റെവിടെയോ ആയിരിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ വീണ്ടും ജനിച്ച ഒരു പുരുഷനും സ്ത്രീയും ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിട്ട് അത് തെറ്റാണെന്ന് നിങ്ങളോട് പറയുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദാമും ഹവ്വയും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പനിയുണ്ടെന്നുള്ള വിചാരം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആദിയിൽ സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാകുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ രക്തത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഈ അടുത്ത സമയത്ത് മെത്തഡിസ്റ്റ് സഭക്കാരുടെ ഒരു സമിതിയിൽ രക്തത്തെ സംബന്ധിച്ചിട്ടുള്ള പാട്ടുകൾ മെത്തഡിസ്റ്റുകാരുടെ സ്തുതിഗീതങ്ങളിൽ നിന്നും എടുത്തു കളയുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായി. അവർ പറഞ്ഞു, ഇതൊരു കശാപ്പുശാലയുടെ മതമല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ലതും അന്തസ്സേറിയതുമായ കാര്യം ആവശ്യമായിരിക്കുന്നു. സഹോദര, ദൈവം അത് സ്വീകരിക്കുന്നതിന്റെ രീതി അതാകുന്നില്ല. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ദൈവത്തിന് പകരമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നത് രക്തമാകുന്നു. കാരണം ജീവൻ രക്തത്തിൽ കിടക്കുന്നു. ആ കാരണത്താൽ നിങ്ങൾ മാംസം ഭക്ഷിക്കുമ്പോൾ ജീവനുള്ളതായ രക്തം അതിനു മുമ്പായി മണ്ണിലേക്ക് ഒഴുക്കിക്കളയുന്നു. അതിനാൽ ജീവനെ നാം ഭക്ഷിക്കുന്നില്ല. എത്ര മനോഹരമായിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി ഞാൻ എത്രയധികം ചിന്തിക്കുന്നു. അതിനുശേഷം ദൈവം ഓർത്തു,
ആദാമും ഹവ്വയും ഇപ്പോൾ അവന്റെ മുമ്പിലേക്ക് കടന്നു വരും. അതിനു മുമ്പായി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ദൈവം ഒരു മലയടിവാരത്തിലേക്ക് പോകുകയും ഒരാടിനെ പിടിച്ചു കൊല്ലുകയും അതിന്റെ തൊലി ഉരിഞ്ഞിട്ട് അത് മരിക്കാനിടയാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന് തന്റെ വചനം പാലിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എത്ര നല്ലവനായ ഒരു മനുഷ്യനായാലും, നിങ്ങൾ എത്ര നല്ലവളായ ഒരു സ്ത്രീ ആയാലും ദൈവത്തിന് തന്റെ വചനത്തെ പാലിച്ചിരിക്കണം. ആ കാരണത്താലാണ് കന്യക മറിയാമിനും ബാക്കിയുള്ളവരെ പോലെ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനായി കടന്നു വരേണ്ടിയിരുന്നത്. കാരണം ഒരു മർത്യനെ പോലെ അവൾ ഈ ഭൂമിയിൽ ജനിച്ചിരുന്നതിനാൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾക്ക് വീണ്ടും ജനിക്കേണ്ടിയിരുന്നു. ആമേൻ. ഇപ്പോൾ നോക്കൂ മഹിളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയത്തിന് മാറ്റം വന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ അതിലും അല്പമായി എന്തെങ്കിലും കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ദൈവം 1900 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം പാപത്തിന്റെ വില കൊടുക്കുന്നതിനായി കാൽവരിയിൽ ചെയ്ത ബലിയെ നിങ്ങൾക്ക് കാണിച്ചിട്ട് ദൈവം എന്താണോ ചെയ്തത് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ദൈവത്തിന്റെ വഴിയാകുന്നു. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ ദൈവത്തിന് ഒരു നിയോഗിക്കപ്പെട്ട വഴിയുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയിൽ എല്ലായ്പ്പോഴും പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. അത് നിങ്ങൾ ഇന്ത്യാനാപോളിസിലേക്കോ അല്ലെങ്കിൽ പാലം മറികടന്നിട്ട് ലൂയിവിലെ ഇവിടെയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അതെ, ആകുന്നു. നേരെ വലത്തേക്കുള്ള ഈ വഴിയെടുക്കുക, നിങ്ങൾ ഉടനെ തന്നെ അവിടെ പിടിക്കപ്പെടും. അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പ്രാഥമിക രേഖാരൂപമായ ഭൂപടം എടുത്ത് നോക്കുന്നതാണ് നല്ലത്. അത് പഠിച്ചിട്ട് നിങ്ങൾ ഏത് വഴിയിലാണ് പോകുന്നതെന്ന് നോക്കുക. അതിനുശേഷം ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള പ്രാഥമിക രേഖാരൂപം ഇതാ ഇവിടെയാകുന്നു. ഇത് പഠിക്കുക. ഇതിവിടെയാകുന്നു. ഇത് മുഴുവൻ രക്തം ചിതറിയ വഴിയാകുന്നു. നിങ്ങൾ രക്തത്തെ പിന്തുടർന്നാൽ നിങ്ങളുടെ പാത തെറ്റുകയില്ല. ആമേൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, മനസ്സിലായില്ലേ? രക്തത്തോടൊപ്പം മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക. കാരണം ഒരു രക്തപങ്കിലമായ കാൽപ്പാട് ഓരോ ചുവട് വെക്കുമ്പോഴും അവിടെയുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയുന്നതിന് മുമ്പ് അവർക്ക് തന്നെയും അവിടെ നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ അവിടെ വെച്ച് തന്നെ അവരെ കൊല്ലുമായിരുന്നു. കാരണം അവൻ പരമാധികാരമുള്ളവനായിരുന്നു. അവന് തന്റെ വചനത്തെ പാലിച്ചിരിക്കണം. അവൻ പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അതെന്നേക്കുമായി ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കൊന്നു. സഹോദരൻ ബ്രൺഹാം, അവൻ ആട്ടിൻകുട്ടിയായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഞാനത് വിശ്വസിക്കുന്നു. അവൻ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. അതൊരാട്ടിൻ തോലായിരുന്നു. അതെടുത്തിട്ട് അവൻ മുൾച്ചെടിയുടെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഇതെടുത്ത് ചുറ്റിക്കൊണ്ട് പുറത്തു വന്ന് സ്വീകരിക്കുക. ആദാമും ഹവ്വയും ആ രക്താംബരമായ പാളികളോട് കൂടിയ തോലുകൾ എടുത്ത് അവരുടെ മേൽ ചുറ്റുന്നത് എനിക്ക് കാണാൻ കഴിയും. ഒരു വാത്സല്യമേറിയതും മനോഹരമായ 2 സമ്പൂർണതയോട് കൂടിയ മനുഷ്യ ശരീരങ്ങൾ രക്താംബരമായ ആട്ടിൻ തോലുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അവർ അവിടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ദൈവം കൽപ്പിച്ചു പറഞ്ഞു, ആദാം, നീ എന്റെ വാക്ക് കേൾക്കുന്നതിന് പകരം നിന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഭൂമിയിലെ പൊടിയിൽ നിന്നും എടുത്തിരിക്കുന്നു. പൊടിയിലേക്ക് നീ തിരികെ ചേരും. അവൻ ഹവ്വയോട് പറഞ്ഞു, നീ എന്നെ കേൾക്കുന്നതിന് പകരം പാമ്പിനെ കേട്ടതുകൊണ്ട് നീ ലോകത്തിൽ നിന്ന് ജീവനെ എടുത്തു കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിനക്ക് ലോകത്തിലേക്ക് ജീവനെ കൊണ്ടുവരേണ്ടതാകുന്നു. ഞാൻ നിനക്ക് കഷ്ടം വർദ്ധിപ്പിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അതിനുശേഷം അവൻ പാമ്പിനോട് കൽപ്പിച്ചു, നീ ഈ കാര്യം ചെയ്തിരിക്കുന്നു. നീ അവിടേക്ക് നടന്നു വന്നിരിക്കുന്നു. അവനൊരു ഇഴജന്തുവായിരുന്നില്ല, അവനൊരു കാട്ടുജന്തുവായി നടന്നിരുന്നു. എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശല്യമേറിയവനായിരുന്നു. ഇത് തിരുവെഴുത്താകുന്നു. ഞാൻ അതിന് സാക്ഷ്യം വഹിക്കട്ടെ. ഒരു മനുഷ്യനെ പോലെ നടന്നു വന്നിട്ട് അവളെ വഞ്ചിച്ചു കളഞ്ഞു. നീ ഇത് ചെയ്തതുകൊണ്ട് നിന്റെ കാലുകൾ എടുത്തു കളയപ്പെടുകയും നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടുതിന്നും എന്ന് ദൈവം കൽപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്നിരുന്നു. അവിടെ ന്യായവിധിയായിരുന്നു. ദൈവത്തിന് തന്റെ ന്യായവിധി പാലിക്കേണ്ടതാകുന്നു. കാരണം അവനത് കൽപ്പിച്ചിരുന്നു. അവൻ ദൈവമാകുന്നു. അവനത് പിൻവലിക്കാൻ കഴിയുകയില്ല. അവൻ അതിൽ തന്നെ നിൽക്കേണ്ടതാകുന്നു. അവന് ദൈവമായിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് തന്റെ വാക്കുകളെ പാലിച്ചിരിക്കണം. അത് ശരിയാണ്. അങ്ങനെ ആ പാപം ഹവ്വ ആദാമിനെ നോക്കുന്നതും അവളുടെ നീണ്ട മുടികൾ പിന്നിലായി തൂങ്ങിക്കിടക്കുന്നതും എനിക്ക് ഊഹിച്ചു കാണുവാൻ കഴിയും. ആ വലിയ തിളങ്ങുന്ന നീലാകാശം പോലെയുള്ള നീല കണ്ണുകളെ ദൈവമുണ്ടാക്കിയിരുന്നു. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണുകൊണ്ടിരുന്നു. അത് ഹവ്വയുടെ മേൽ ചുറ്റിയിരുന്ന ചിറകുപോലെ താഴേക്ക് തൂങ്ങിക്കിടന്നിരുന്ന ആട്ടിൻ തോലിലെ രക്തവുമായി ചേർന്നിരുന്നു. ആദാം തന്റെ ശക്തമായ ശരീരത്തിലേക്ക് അവളെ തന്റെ മാർവിലേക്ക് അടുപ്പിച്ചു പിടിച്ചിരുന്നു. കണ്ണുനീർ രക്തവുമായി കലർന്ന് ആട്ടിൻ തോലിൽ കൂടെ താഴേക്ക് ഇറ്റു വീഴുകയും രക്തം ആ വഴിയിലെല്ലാം ആകുകയും ചെയ്തു. അവിടെ വെച്ച് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സന്നിധിയിൽ നിന്നും പുറത്തു പോകേണ്ടിയിരിക്കുന്നു. ആദാമും ഹവ്വയും അവരുടെ കൈകൾ തമ്മിൽ തോളിൽ വെച്ചുകൊണ്ട് രക്തം നിറഞ്ഞ ആട്ടിൻതോലുകൾ അവരുടെ കാലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ട് അവർ നടന്നു പോകുന്നത് എനിക്ക് കാണാം. അതിനുശേഷം ആ സ്ഥലം മുഴുവൻ എനിക്ക് കാണുവാൻ കഴിയും. അത് ദൈവമായിരുന്നു. ദൈവത്തിന് ദിവസങ്ങളുടെ ആരംഭമോ വർഷങ്ങളുടെ അവസാനമോ ഉണ്ടായിരുന്നില്ല. അവൻ എന്നേക്കുമാകുന്നു. ആ ശൂന്യ സ്ഥലം മുഴുവൻ ഇപ്രകാരം ഇളകാൻ തുടങ്ങിയും അതൊരു കുഴലിന്റെ ആകൃതിയിലാകുകയും അത് നേരെ താഴോട്ട് നീങ്ങി വന്നിട്ട് ഈ ദമ്പതിമാർ ഏദൻ തോട്ടത്തിൽ കൂടി അവരുടെ കാലുകളിൽ രക്താംബരമായ ആട്ടിൻതോലുകൾ
തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് അവൻ നോക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അവനത് നോക്കി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതവന്റെ ഹൃദയത്തിലേക്ക്, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങിച്ചെന്നിട്ട് സ്നേഹം എന്നുച്ചരിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവരിങ്ങനെ നടന്നു പോകുന്നത് ദൈവത്തിന് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ അവരെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിക്കും സാത്താന്റെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ, അത് കാൽവരിയിൽ വെച്ചാണ് ദൈവം സ്വയം ഒരു സ്ത്രീയിൽ കൂടി, ഒരു കന്യകയിൽ കൂടി ജനിച്ചു വന്ന് അത് ചെയ്തത്. ഏദൻ തോട്ടത്തിലെ ഈ സംഭവമായിട്ട് സ്വല്പം കൂടി ഇടപെടാൻ ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ലംഘനത്താൽ അവർ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയുണ്ടായി. ലംഘനത്താൽ സകല അനുഗ്രഹങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന കാര്യവും അതാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലംഘനത്താൽ സകല അനുഗ്രഹങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആദാമിന്റെയും ഹവ്വയുടെയും 2 പുത്രന്മാരായ കായീനും ഹാബേലും അവർ കടന്നു വന്നൊരു വഴിപാട് കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് വശത്തായി കെരുബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അത് കിഴക്ക് വശത്തെ വാതിലായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, ജ്വാല, പരിശുദ്ധാത്മാവിന്റെ ജ്വാല വാതിൽ കാത്തിരുന്നു. ഇന്ന് അത് വാതിലിനെ കാക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെയും ജ്വാലയെയും പേടിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല. ദൈവത്തിന്റെ വാൾ അഗ്നിജ്വാലയാകുന്നു. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. അത് ആ വൃക്ഷത്തെ കാക്കുന്നു, ജീവന്റെ വൃക്ഷത്തെ കാക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു മനോഹരമായ ചിത്രമാകുന്നു. ദൈവമേ, എനിക്ക് കായനും ഹാബേലും ഇപ്പോൾ പണി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വഴിപാട് അർപ്പിക്കുന്നതിനായി പോകുന്നത് കാണുവാൻ കഴിയുന്നു. അവർ ഈ വാതിൽക്കൽ തന്നെ, ആ സിംഹാസനത്തിന്റെ അടുക്കൽ തന്നെ ആരാധിക്കുന്നതിന് വേണ്ടി വേദിയുണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, കായൻ ഇതാ അവിടേക്ക് വരുന്നു. അവനൊരു പക്ഷേ വർഷം മുഴുവൻ പണി ചെയ്തിട്ട് അവന് വലിയ ആപ്പിളുകളും വലിയ മത്തങ്ങയും അല്ലെങ്കിൽ ഈ വാതിൽക്കലേക്ക് കൊണ്ടുവന്ന സകല ഫലങ്ങളും കിട്ടുന്നതിനായി അവന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിരിക്കാനിടയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ആ വാതിലിന് ഒരു വശത്തായി അവനൊരു വേദിയുണ്ടാക്കി. അവന്റെ ഫലങ്ങളെല്ലാം കൂടാതെ വലിയ ആമ്പൽ പൂക്കളും മറ്റെല്ലാം കൂടി വേദിയിൽ കൊണ്ടുവന്ന് ശരിയായി വെച്ചിട്ട് അവിടെ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത വിധം ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പള്ളിയിൽ പോയിരിക്കണമെന്ന് മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നതെങ്കിൽ കായനും ഹാബേലിനെ പോലെ തന്നെ ചെയ്തിരിക്കുന്നു. കായൻ ദൈവത്തിനൊരു വേദി പണിതു. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രൺഹാം, ഞാൻ അത് മാത്രമല്ല ചെയ്യുന്നത്, എന്നാൽ ഞാൻ ഒരു ബലിയും കൂടി അർപ്പിക്കുന്നു. ഞാൻ വിദേശങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തന സംഘത്തിന് വേണ്ടി കാശ് കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശരി തന്നെ, അവയെല്ലാം കൊള്ളാം. എന്നാൽ ദൈവം അതിലും കൂടുതലായി ആഗ്രഹിക്കുന്നു. കായൻ അത് സ്വയമായി ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? അവൻ ഒരു വഴിപാട് കൊണ്ടുവന്നു. അവൻ യഹോവയെ ആരാധിച്ചു. അവൻ മുട്ടുകുത്തി യഹോവയ്ക്ക് ആരാധന അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യഹോവേ, ഇതാ ഞാൻ നിനക്കൊരു വേദി ഉണ്ടാക്കി വഴിപാട് കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ. അത് പല രീതിയിൽ കൂടി പറയാൻ കഴിയും. ഞാൻ ഒരു സഭയിലെ അംഗമാകുന്നു. അത് ആഴത്തിൽ ചെന്നെത്തുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ഞാൻ ഒരു സഭയിലെ അംഗമാകുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതിപ്പോൾ താഴേക്ക് ചെല്ലും. അത് കൂടുതൽ ആഴത്തിലിറങ്ങാനിടയുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാകുന്നു. ഞാനൊരു വേദി ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനൊരു വഴിപാട് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവേ, ഇതാ ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നാൽ ദൈവം തന്റെ പുറം തിരിച്ചു കളഞ്ഞു. ശരിയാണ്. ഈസ്റ്റർ ദിവസം രാവിലെ ഈ നഗരത്തിലുള്ള ഒരു പാസ്റ്റർ പറഞ്ഞതുപോലെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈസ്റ്റർ ദിവസം രാവിലെ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്കറിയാമോ പ്രാസംഗിക? എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ജനമായ എല്ലാവർക്കും ഒരു മംഗളമായ ക്രിസ്തുമസിന്റെ അഭിവാദനം കൊടുക്കും. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവരെ അടുത്ത ഈസ്റ്റർ വരെ ഇനിയും കാണാൻ കിട്ടുകയില്ല. എല്ലാവരും ഈസ്റ്ററിന് വരും. അത്രമാത്രം പുതിയ തൊപ്പികളും പുതിയ വസ്ത്രങ്ങളും വാങ്ങുന്നു. അതിന് ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ വലിയ മനോഹരമായ ആമ്പൽ പൂക്കൾക്കും മറ്റുമായി കോടിക്കണക്കിന് ഡോളറുകൾ നാളത്തെ ദിവസം ചിലവഴിക്കപ്പെടും. ഓരോ സഭയിലെ അംഗങ്ങളും വന്ന് അത് വേദിയിൽ കൊണ്ടുവയ്ക്കും. നിങ്ങൾ വേദിയിൽ വെക്കുന്ന ആമ്പൽ പൂക്കളെ ദൈവം കാര്യമാക്കുന്നില്ല. അവൻ വേദിയിൽ നിങ്ങൾ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാമ്പൽ പൂവോ നിങ്ങളുടെ വഴിപാടോ അല്ല കാര്യം. നിങ്ങൾ സ്വയമായ വ്യക്തിയാണ് വേദിയിലായിരിക്കേണ്ടത്. അതാണ് വ്യത്യാസം. വേദിയിലിടുന്നതിനായി ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങളെയാണ്. ഇപ്പോൾ ആ പ്രയത്നത്തെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സാത്താൻ കായനിലായിരുന്നു. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ ചില തീർത്ഥാടകരെയും വഴിപോക്കരെയും നല്ലതായി അനുഭവിപ്പിക്കാനിടയുണ്ട്. ഒരുപക്ഷെ അവൻ പറയും, നമുക്ക് നമ്മുടെ സഭയിൽ ഇത് ചെയ്യാം, അത് ചെയ്യാം, നിങ്ങൾ സന്തുഷ്ടരായിക്കൊള്ളുക, ഹാലലൂയ എന്ന് പറയാനിടയാക്കും. ദൈവമില്ലാത്ത ഒരു വലിയ ഭദ്രാസന പള്ളിയിൽ അവനെ ആരാധിക്കുന്നതിലും എവിടെയെങ്കിലും ഇടനാഴിയിലെ ദൈവമുള്ള ഒരു ചെറിയ മുറിയിൽ അവനെ ആരാധിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് ശരിയാണ്, തീർച്ചയായും. അവിടെ അവനൊരു ദരിദ്രനായ മനുഷ്യനായിരുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം കായൻ തന്റെ വഴിപാട് കൊണ്ടുവന്ന് വേദിയിൽ വെച്ചു. ശ്രദ്ധിക്കുക, അവൻ സാത്താന്റെ വംശത്തിൽ നിന്ന് വന്നിരുന്നു. ദൈവം അത് സ്വീകരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം
അത് അവൻ സ്വയമായി ഉണ്ടാക്കിയ മനോഹരമായ ഫലങ്ങളോട് കൂടിയതായിരുന്നു. വളരെയധികം ജനങ്ങൾ പറയും, ഞാൻ ചില പ്രത്യേകമായ കൽപ്പനകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞാൻ റെഡ് ക്രോസിന് സംഭാവന ചെയ്യാറുണ്ട്, ഞാൻ ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ഞാൻ സഭകൾക്ക് സംഭാവന ചെയ്യുന്നു. സഹോദരൻ ബ്രനഹാം, നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതൊക്കെയും കൊള്ളാം, എന്നാൽ ഒരു മനുഷ്യൻ പുതുതായി ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് ശ്രദ്ധിക്കുക, ഈ ധർമ്മസ്ഥാപനങ്ങളൊക്കെയും കൊള്ളാം, എന്നാൽ അത് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയായിരുന്നില്ല. കായൻ തന്റെ സ്വന്തം വഴിയിൽ കൂടി വന്നു. ഇന്ന് വളരെ പേർ അവരുടെ സ്വന്തം വഴിയിൽ വരുന്നു. നിങ്ങൾക്കത് വാദിക്കാൻ പോലും കഴിയുകയില്ല. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ വാദങ്ങൾക്ക് യോഗ്യതയില്ല. നിങ്ങൾക്ക് തന്നെ വാദിക്കുന്നതിന് യാതൊരു യോഗ്യതയുമില്ല. അത് വാദിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ അത് പിന്നെ വിശ്വാസമായിരിക്കുകയില്ല. നിങ്ങൾക്ക് വിശ്വാസത്താൽ അത് അർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രനഹാം, എനിക്കും ബാക്കിയുള്ളവരെ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം ചെയ്യേണ്ടതായിട്ട് വരുമോ? നിങ്ങൾ ബാക്കിയുള്ളവരോടൊപ്പം ആയിരിക്കാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുക, അത്രമാത്രം. അതെ ശ്രീമാൻ, അത്രമാത്രം. നയമാനും അതേ കാര്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു. പോയി 7 വട്ടം കുളിക്ക എന്ന് അവനോട് പറയാൻ ദൈവം പ്രവാചകനോട് പറഞ്ഞു. നമ്മുടെ ദേശത്തെ വെള്ളം ഈ വെള്ളത്തിലും നല്ലതല്ലയോ എന്നവൻ ചോദിച്ചു. അത് യോർദാനിലെ വെള്ളത്തിലായിരുന്നു കുളിക്കാൻ അവനോട് കൽപ്പിച്ചിരുന്നത്. പലപ്പോഴും അത് തീരെ മോശമായി കാണപ്പെടും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെല്ലാം 1900 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് എന്ത് വിലയാണ് കൊടുക്കേണ്ടി വന്നതെന്ന് കാൽവരിയിൽ നോക്കി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ഞാനും കർത്താവിന്റെ നിന്ദിക്കപ്പെട്ടവരോടൊപ്പം എന്റെ വഴിയെടുക്കുമെന്ന് പറയുമോ? നിങ്ങൾ ചോദിച്ചേക്കാം, എനിക്ക് സഹോദരൻ തോമനോടൊപ്പം അതുപോലെ ഹോളി റോളർ എന്ന് വിളിക്കപ്പെടുന്നവരോടൊപ്പം ചേരേണ്ടി വരുമോ? സഹോദര, ഞാൻ 3 വട്ടം ലോകം മുഴുവൻ ചുറ്റിയിരിക്കുന്നു. ഞാൻ ഇതുവരെയും ഒരു ഹോളി റോളറിനെ കണ്ടിട്ടില്ല. ഇല്ല ശ്രീമാൻ, ഞാൻ വിശുദ്ധരെ കണ്ടിട്ടുണ്ട്, വിശുദ്ധ ഉരുളുകാരെ കണ്ടിട്ടില്ല. അത് സാത്താൻ സഭയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പേരാണ്. വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്ന് ദൈവം പറഞ്ഞു. നിങ്ങൾക്കതുമായി സ്വയം യോജിപ്പിക്കാൻ കഴിയും. അത് ദൈവത്തിന്റെ വഴിയാകുന്നു. ജനങ്ങൾ ഒച്ചവെക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തുകൊണ്ട് പോകുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സഹോദര, ഇത് എന്താകുന്നുവെന്നാൽ അതാകുന്നു. അതെനിക്ക് ഭ്രാന്ത് പോലെ കാണപ്പെടുന്നുവെന്ന് നിങ്ങൾ പറയും. ആ കാരണത്താലാണ് നിങ്ങൾക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അത് ഭ്രാന്തായിട്ട് തോന്നുകയില്ല. നിങ്ങൾ ഞങ്ങളോടൊപ്പമായി തീരും. നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു വട്ടം അവർ വിചാരിച്ചിരുന്നു. അത് ശരിയാണ്. അവർ സ്വയം അതിൽ കടക്കുന്നത് വരെ നിങ്ങൾ ചെയ്യുന്നത് പോലെ അവരും വിചാരിച്ചിരുന്നു. ഇതൊരു മാറ്റമാകുന്നു. ഇത് പരിവർത്തനമാകുന്നു. പരിവർത്തനം എന്ന് വെച്ചാൽ മാറ്റം എന്നർത്ഥമാകുന്നു. ഒരു മനുഷ്യൻ സ്വയം മരിച്ചിട്ട്, കർത്താവെ, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, നീ എന്നെ അതിലേക്ക് എടുക്കണമേ, ആമേൻ എന്ന് പറയുമ്പോൾ പിന്നെ ദൈവം അത് ചെയ്യുന്നു. കായൻ പറഞ്ഞു, ഞാൻ എല്ലാം അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ദൈവം അത് നിഷേധിച്ചു കളഞ്ഞു. അവനത് സുന്ദരമായി ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, ഞാൻ ഉയർപ്പിന്റെ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്, എനിക്കൊരു പുതിയ വസ്ത്രം ആവശ്യമാകുന്നു. ഒരു വട്ടം ഒരു പെൺകുട്ടി എന്റെ യോഗത്തിൽ പാടാൻ പോകുകയായിരുന്നു. അവൾ പറഞ്ഞു, സഹോദരൻ ബ്രനഹാം, അവളുടെ മാതാവ് പാത്രം കഴുകി ജീവിച്ചിരുന്നു. അവൾക്ക് തലമുടിയിൽ വെക്കുന്ന ഒരു തരം കുടുക്ക് ആവശ്യമായിരുന്നു. എന്താണത്? ഒരു മോടി പിടിപ്പിക്കലാണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ അതിനെ വിളിച്ചാലും അങ്ങനെ എന്തോ എന്ന് അവളുടെ തലമുടിയിൽ ആവശ്യമായിരുന്നു. അത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു. അതിന്റെ പേരെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് അധികമായിട്ടൊന്നും എനിക്കറിയില്ല. ടോണി, നിനക്കറിയാമോ? അത് പെർമനന്റ് ആകുന്നു. അത് തന്നെയാകുന്നു ഇത്. അവൾ പാട്ടുസംഘത്തിൽ പാടുന്നതിന് മുമ്പ് അതിലൊന്ന് അവളുടെ തലമുടിയിൽ ആവശ്യമായിരുന്നു. അവളുടെ പാവം പിടിച്ച മാതാവ് പാത്രങ്ങൾ കഴുകി ജീവിച്ചിരുന്നു. അങ്ങനെ അവൾ പോയി ഈ പെർമനന്റ് എന്ന് പറയുന്ന കാര്യം വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അവളെ പാടുന്നതിന് അനുവദിച്ചില്ല. കാരണം അവൾ അത് ചെയ്തപ്പോൾ പിന്നെ പാടുന്നതിന് അവളെ അത് അനുയോജ്യമാക്കിയിരുന്നില്ല. ശരിയാണ്. ദൈവം നമ്മെ പ്രസംഗപീഠത്തെ സൂക്ഷിക്കാൻ സഹായിക്കട്ടെ. ഇന്ന് ലോകത്തിന് പറ്റിയിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ശ്രദ്ധിക്കുക സഹോദര, ഞാൻ പഴയ രീതിയിലുള്ള സാസഫ്രാസ് എന്നൊരു മരത്തിന്റെ ഇല കൊണ്ടുള്ള വൈദ്യത്തിൽ വിശ്വസിക്കുന്നു. അതങ്ങ് ദൂരെ കുറച്ച് കുറ്റി ചെടികൾക്കിടയിലായിട്ട് അത് കയ്പിന്റെ സകല വേരിനെയും മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് ഭൂമി ഇളക്കുകയും അവിടെ വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, കായൻ അത് മനോഹരമാകുന്നു എന്ന് വിചാരിച്ചു. ഇപ്പോൾ അവർ വിചാരിക്കും, ഇത് ഞങ്ങളുടെ സഭയാകുന്നു, ഞങ്ങളൊരു പുതിയ സഭ പണിയും. അത് കൊള്ളാം. സൗന്ദര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളോടും ഒപ്പം നിങ്ങൾ കർത്താവായ യേശുവിനെയും എടുക്കുകയാണെങ്കിൽ പിന്നെ നന്നായിരിക്കും. അതിനുശേഷം ആദ്യ സ്ഥാനം നിങ്ങൾ അവന് കൊടുത്താൽ അവൻ ബാക്കിയുള്ള കാര്യം നോക്കിക്കൊള്ളും. ആരോ ചോദിച്ചു, സഹോദരൻ ബ്രനഹാം, കാഴ്ചയ്ക്ക് ഇതുപോലെ കാണപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് വേദിയിലേക്ക് വരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, സഹോദര, വസന്തകാലം അടുത്തുകൊണ്ടിരിക്കുന്നു. മുരടിച്ചതായ എല്ലാ ഓക്കുമരത്തിലും കഴിഞ്ഞ തണുപ്പിന് മുമ്പ് ഇലകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പുതിയ ഇലകൾ വരുന്നതിനായിട്ട് നമുക്ക് പോയി അതിന്റെ ഇലകളെ പറിച്ചു കളയേണ്ട ആവശ്യമില്ല. പുതിയ ജീവൻ അതിൽ വരുവാൻ ഇടയാക്കുക. പഴയ ഇലകൾ സ്വയം താഴെ വീണു പോകുന്നു. അത് ശരി തന്നെ. ആമേൻ. ശ്രദ്ധിക്കുക, ഞാൻ ഈ കാര്യം കൂടി പറയട്ടെ. പഴയ ഇല വീഴുന്നില്ലെങ്കിൽ പുതിയ ജീവൻ വന്നില്ല എന്നുള്ളത് കാണിക്കുന്നു. എന്നോടിപ്പോൾ കോപിക്കരുത്, ഞാൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ശരി, അത് തന്നെയാകുന്നു. ശരി, നമ്മുടെ സ്വർഗീയ പിതാവിന് അതെന്ത് വില വെച്ചുവെന്ന് ശ്രദ്ധിക്കുക. അവനിപ്പോൾ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. കായൻ അവിടെ വന്ന് തന്റെ വഴിപാട് അർപ്പിച്ചു.
അവൻ ആരാധിച്ചു. അവൻ പള്ളിയിൽ പോയി. അടുത്ത് നിൽക്കുന്ന മനുഷ്യനോളം തന്നെ അവനും നല്ലവനാകുന്നു. യേശാവും അതുപോലെയായിരുന്നു. യേശാവ് സ്വഭാവത്തിൽ യാക്കോബിനേക്കാളും നല്ല മനുഷ്യനായിരുന്നു. അവനേക്കാളും കൂടുതൽ മാന്യനായ മനുഷ്യനായിരുന്നു. അവൻ തന്റെ പിതാവിനെ സ്നേഹിക്കുകയും പിതാവ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളെ ചെയ്തു വരുന്നു. എന്നാൽ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കുക, ഹാബേൽ തന്റെ വഴിപാട് അർപ്പിക്കുന്നതിനായി കൊണ്ടുവന്നപ്പോൾ അത് വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഹാബേൽ ഇതാ വരുന്നു. അവൻ വലിയ പ്രയത്നം ചെയ്യുകയോ പട്ടണത്തിലെ ഏറ്റവും വലിയ പള്ളിയിലേക്ക് പോകുകയോ ഏറ്റവും നല്ല ഒരു കൂട്ടം ജനങ്ങളുടെ സഹകരണമുള്ള പള്ളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. ആമേൻ. അവന്റെ പക്കൽ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യവുമായിട്ട് അവൻ അവിടെ എത്തിയിരുന്നു. അത്രമാത്രം അവനൊരു ഇടയനായിരുന്നു. അതിനാൽ അവൻ ചെന്ന് ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടി. ആ നാളുകളിൽ ചണവും മറ്റുമില്ലാതിരുന്നതിനാൽ മുന്തിരിവള്ളി എടുത്ത് അതുകൊണ്ട് ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? അവർ അവനെ കാൽവരിയിലേക്ക് നയിച്ചു. അവൻ കുഞ്ഞാടായിരുന്നു. അവനൊരു തൊഴുത്തിൽ എന്തുകൊണ്ടാണ് ജനിച്ചത്? കൊള്ളാം, ആടുകൾ വീടിനുള്ളിൽ ജനിക്കുന്നില്ല, അവ തൊഴുത്തിലാണ് ജനിക്കുന്നത്. ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെടുന്നതിനായി അവർ അവനെ കൊണ്ടുപോയി. അവർ അവനെ കാൽവരിയിലേക്ക് നയിച്ചു കൊണ്ടുപോയി. ലോകസ്ഥാപനം മുതൽ അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. ആമേൻ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവിടെ ഇതാ ഹാബേലിന്റെ കുഞ്ഞാട് വരുന്നു. അത് ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു അവിടെ വന്നത്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം അതിയായി വിതുമ്പുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു ദരിദ്രനും അയോഗ്യനും അഭക്തനും പാപിയുമായ ഞാൻ ദൈവത്തെ കൂടാതെ ലോകത്തിൽ ക്രിസ്തുവില്ലാതെ യാതൊരു ആശയമില്ലാതെ കിടന്നിരുന്നു. തക്ക സമയത്ത് ക്രിസ്തു എനിക്ക് പകരമായി വന്ന് മരിക്കുകയും ആ മനോഹരനായവൻ തന്റെ സന്നിധിയിൽ ഞാൻ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി എനിക്ക് പകരമായി നിന്ദിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്തു. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവനതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ആരാകുന്നു ഞാൻ? എന്നിട്ട് അവനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുവെന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? അതെ. ഒരു ദിവസം പരിശുദ്ധാത്മാവിനെ തേടി വന്നിട്ട് പറഞ്ഞു, അവൻ നിനക്കായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. ഞാൻ അവനെ വിശ്വസിക്കുകയും ചെയ്തു. അതെ ശ്രീമാൻ, ഞാൻ അവനെ വിശ്വസിച്ചു. ഞാൻ അവനെ സ്വീകരിച്ചു. അത് അപ്രകാരം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവർ മതഭ്രാന്തനാണെന്നും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും അതൊരു കാര്യമല്ല. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു. അവൻ പറഞ്ഞത് തന്നെ അവൻ ചെയ്യുകയും ചെയ്തു. എനിക്കിപ്പോൾ ഹാബേലിനെ കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഹാബേൽ പോയിട്ട് ഒരു മുന്തിരിവള്ളി എടുത്തുകൊണ്ടുവന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്നും മാതാവായ പെൺചെമ്മരിയാടിന്റെ ആദ്യത്തെ ആൺകുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിന്റെ കഴുത്തിൽ ഇത് ചുറ്റുന്നത് എനിക്ക് കാണാം. അതിനുശേഷം അതിനെയും വലിച്ചുകൊണ്ട് അവൻ ഇതാ വരുന്നു. അധികമായി കാണാൻ കൊള്ളാവുന്നതായിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ടോ? അതിനെ വലിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം തോട്ടത്തിന്റെ കിഴക്കേ അറ്റത്തായി കിടന്നിരുന്ന ഒരു വലിയ പാറമേൽ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, കായൻ ഒരുപക്ഷെ വർഷം മുഴുവൻ പണി ചെയ്തിട്ട് ഏറ്റവും നല്ല വിളവ് കൊണ്ടുവന്നിട്ട് അതിനാൽ ദൈവത്തെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു കാണും. വളരെ പേർ പറയും, ഞാൻ കള്ളം പറയുന്നത് വിടാൻ പോകുകയാണ്, ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത് വിട്ടുകളയാൻ പോകുകയാണ്, ഞാൻ പുകവലി വിട്ടുകളയാൻ പോകുകയാണ്, ഞാനൊരു നല്ല വർഗത്തിൽപ്പെട്ട ആളുകളോടുകൂടെ സഹകരിക്കും, ഞാനൊരു സമാജത്തിൽ ചേരും. അതിവിടെയാകുന്നു. നിങ്ങളൊരു പുതിയ താളം മറിക്കുന്നതിന് ദൈവം കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിയുന്നതിനായി അവൻ ആഗ്രഹിക്കുന്നു. അവനത് നിങ്ങളിൽ നിന്നും എടുത്തു കളയട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല, നിങ്ങളുടെ നല്ല പ്രവൃത്തികളാലല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവന്റെ കരുണയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം ദൈവത്തിന് അവകാശപ്പെട്ടവരാകുന്നു. കാരണം ഇത് ഞാൻ എന്താണോ അതല്ല, ഞാൻ എന്ത് ചെയ്യുന്നു അതല്ല, എന്നാൽ ഇത് ക്രിസ്തുവാകുന്നു. ദൈവം ക്രിസ്തുവിൽ മറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി അത് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, എത്ര മനോഹരമായ ഒരു സാദൃശ്യമാകുന്നു. ഇവിടെ ഇത് ആ കുഞ്ഞാടിനെ വലിച്ചുകൊണ്ട് തന്നോടൊപ്പം അതിനെയും വലിച്ചുകൊണ്ട് അവൻ വരുന്നു. ആ കുഞ്ഞാട് വീഴുന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഒരുപക്ഷെ എന്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് അത് മനസ്സിലാക്കി കാണും. അതിന്റെ കുഞ്ഞു കാലുകൾ എഴിച്ചും കൊണ്ട് വന്നിരുന്നു. അത് ക്രിസ്തു കുരിശും വലിച്ചുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് യെരുശലേമിൽ കൂടി വീണ് തളർന്ന് അത് വരുന്നതിന്റെ ഒരു സമ്പൂർണ്ണ മാതൃകയായിരുന്നു. ആ കുഞ്ഞാട് ഇതാ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു. അവൻ അതിനെ അവിടെയുള്ള ഒരു വലിയ പാറയുടെ മേൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു മൂർച്ചയുള്ള ഒരു കഷ്ണം കല്ലെടുത്തു. ആ നാളുകളിൽ കത്തി ഉണ്ടായിരുന്നു കാണും എന്ന് ഞാൻ ഊഹിക്കുന്നില്ല. അങ്ങനെ അതിനെ അവിടെ കിടത്തിയിട്ട് അതിന്റെ തല ഇപ്രകാരം പിന്നിലേക്ക് വലിച്ചിട്ട് ആ പാറയിൽ വെച്ചുകൊണ്ട് അതിന്റെ കഴുത്ത് അറക്കാൻ തുടങ്ങി. അതിന്റെ കഴുത്തിനെ കല്ലുകൊണ്ട് ഇടിക്കാൻ തുടങ്ങി. ആ പാറമേൽ കിടന്ന് ആ കുഞ്ഞാട് മരിച്ചു. അതിന്റെ ചെറിയ രക്തധമനികൾ മുറിഞ്ഞിട്ട് രക്തം പ്രവഹിക്കുകയും ആ കുഞ്ഞാട് കരയുകയും രക്തം എല്ലായിടത്തുമായി ചിന്നിച്ചിതറുകയും ചെയ്തു. അതിന്റെ വെളുത്ത രോമങ്ങൾ രക്തത്തിൽ കുളിച്ച് ചുമന്നിരുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട്, ഇതാകുന്നു അത്, നിനക്കത് മനസ്സിലായിരിക്കുന്നു, ഇതാകുന്നു ആ വഴി എന്ന് പറഞ്ഞു. അതിന്റെ ഞരമ്പുകളിൽ നിന്നും രക്തം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്തായിരുന്നു അത്? 1900 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉച്ച നേരത്ത് അത് ദൈവപുത്രനായിരുന്നു. അവൻ തടവറയിൽ നിന്നും ന്യായാധിപതിയുടെ മുമ്പിലേക്കും അവിടെ നിന്ന് ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കപ്പെടുകയും
ഗോൽഗൊത്തായുടെ മലമുകളിലേക്ക് അവൻ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. കുറേനക്കാരനായ ശിമോൻ കുരിശു വഹിക്കുന്നതിന് അവനെ സഹായിച്ചു. അവിടെ വെച്ച് കാലാകാലങ്ങളുടെ പാറയിൽ തന്റെ രക്തം പ്രവഹിച്ചുകൊണ്ട് അവൻ മരിച്ചു. അവന്റെ ശരീരം അടിക്കപ്പെട്ടു. ഹല്ലേലൂയ. പരിഹസിക്കുന്ന പടയാളികൾ അവന്റെ മുഖത്ത് തുപ്പി. അവൻ പറഞ്ഞു, എന്റെ രാജ്യം അഹീകമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കുകയും അവൻ ദൂതന്മാരുടെ ലഗ്യോനിലും അധികം കൂട്ടം എനിക്ക് വേണ്ടി പോരാടുന്നതിനായി അയക്കുമായിരുന്നു. എന്നാൽ ഇതെന്റെ രാജ്യമല്ല. എന്നാൽ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടക്കണമേ, അതുടനെ തന്നെ ഇവിടെ ആയിരിക്കും. ഹോ ദൈവമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടത്തണമേ. ഒരു വട്ടം ബില്ലി സൺഡേ പറഞ്ഞു, ഓരോ മരത്തിലും ഒരു ദൂതന്മാർ ഇരുന്നിരുന്നു. നിന്റെ കൈ വലിച്ചൂരി നിന്റെ വിരൽ ഒന്നിച്ചൂണ്ടുക, അത് മാത്രമാണ് എല്ലാമായിട്ട് നിനക്ക് ചെയ്യേണ്ടത്. ഞങ്ങൾ പിന്നെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ തന്നെ ശരിയാക്കി തരാം. അത് സത്യമല്ലേ? കയ്യഫാവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ മറ്റുള്ളവരെ രക്ഷിച്ചു, നിന്നെ തന്നെ സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല. അവന് കൊടുക്കപ്പെട്ട അഭിനന്ദനങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു അത്. അവൻ സ്വയം അവനെ രക്ഷിച്ചിരുന്നുവെങ്കിൽ അവന് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ അവൻ തന്റെ ജീവനെ നൽകിയിട്ട് മറ്റുള്ളവരെ അവന് രക്ഷിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതെ ഇരുന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വരുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇത്രമാത്രം നിസ്തുല്യമായ സ്നേഹത്തെ നിങ്ങൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? മലമുകളിലേക്ക് ഇടറി പതറിക്കൊണ്ട് ആ പാവപ്പെട്ട് ക്ഷീണിച്ച് തളർന്ന ശരീരം ഭാരത്താൽ താഴോട്ട് കുനിഞ്ഞുപോയിരുന്നു. ആ ദിവസത്തിന്റെ ഒരു ക്ഷണവീക്ഷണം കവി അവിടെ ഇരുന്നു കൊണ്ട് പിടിച്ചെടുത്തതായി ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് അവന് പ്രകാരം എഴുതി, പാറകൾ പൊട്ടിപ്പിളരുകയും ആകാശം ഉരുളുകയും എന്റെ രക്ഷിതാവ് താൻ തലചായ്ച്ചു മരിച്ചു. ആ തുറന്ന തിരശീല സ്വർഗത്തിലെ ആനന്ദത്തിന്റെയും അവസാനിക്കാത്ത നാളുകളുടെ പാതയെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു രക്ഷിതാവാകുന്നു! ഓ ദൈവമേ, എനിക്ക് നിങ്ങൾക്കും എങ്ങനെ ഇത്രയും നിസ്തുല്യമായ സ്നേഹത്തെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചെയ്തവനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? എന്റെ സഹോദര സഹോദരി, ഇന്ന് രാത്രിയിൽ നിങ്ങൾ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയാകുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴിയാകുന്നു. അവൻ ഒരുവന് മാത്രമേ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അവനാണ് നിങ്ങളുടെ സ്ഥാനത്തെ എടുത്തിരിക്കുന്നത്. അവനാണ് ഇന്ന് രാത്രിയിൽ ഒരു ഉയർത്തെഴുന്നേറ്റ വീണ്ടെടുപ്പുകാരനായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുകയും ഈ കെട്ടിടത്തിലുള്ള ഓരോ പാപികളും അവന്റെ അടുക്കലേക്ക് വരുന്നതിനായി യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഈസ്റ്റർ ദിവസം നിങ്ങൾ അത് വിട്ടുകളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ട സ്നേഹിതരെ, നാം വഴിയുടെ അവസാനത്തായിരിക്കുന്നു. അത് നാം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. നാം വഴിയുടെ ഏറ്റവും അവസാനത്തായിരിക്കുന്നു. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നിങ്ങളെ അവനിൽ ഒരു പുതിയ സൃഷ്ടിയാക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. അവൻ നിങ്ങളെ നയിക്കട്ടെ. ബൈബിളിൽ ബർത്തിമായി എന്ന പേരോടുകൂടിയ ഒരു കുരുടനായ മനുഷ്യനുണ്ടായിരുന്നു. ഈ കുരുടനായ ബർത്തിമായുടെ പക്കൽ 2 കുറുപ്രാവുകൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കൂടി നമ്മോട് പറയപ്പെട്ടിട്ടുണ്ട്. ഈ 2 പ്രാവുകളും കൂടി ഒന്നിനുമേൽ മറ്റൊന്നായി കരണമറിയുകയും മറ്റും ചെയ്യുമ്പോൾ അവൻ തന്റെ പാത്രം നീട്ടുകയും അതുവഴി കടന്നുപോകുന്ന ജനങ്ങൾ ഈ പ്രാവുകളുടെ കരണമറിച്ചിൽ കണ്ടിട്ട് ഈ കുരുടനായ ഭിക്ഷക്കാരന് നാണയം ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അവനൊരു വിവാഹിതനും അവനൊരു മകളും ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ തന്റെ മകളെ കണ്ടിരുന്നില്ല. അവൾക്ക് 12 14 വയസ്സ് പ്രായമായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കടക്കുന്ന അവസ്ഥയിൽ പ്രവേശിക്കുകയായിരുന്നു. ഒരു രാത്രിയിൽ അവന്റെ മകൾക്ക് സുഖമില്ലാതെയായിട്ട് അവൻ യഹോവയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യഹോവേ, നീ എന്റെ മകളെ സുഖപ്പെടുത്തിയാണെങ്കിൽ ഞാൻ എന്റെ 2 പ്രാവുകളെയും നിനക്കായി നാളെ ബലിയർപ്പിക്കുന്നതാണ്. യഹോവ അവന്റെ മകളെ സുഖപ്പെടുത്തുകയും അവൻ 2 പ്രാവുകളെയും ബലി കഴിക്കുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അവന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെയായിട്ട് അവൾ മരിക്കാൻ പോകുകയാണെന്ന് അവർ വിചാരിച്ചു. അതിനാൽ അവൻ അന്ന് രാത്രിയിൽ യഹോവയുടെ അടുക്കലേക്ക് തന്റെ വീടിന്റെ ഒരു വശത്തായിട്ടുള്ള വാതിലിനടുത്തുകൂടി പോകുന്ന ഒരു ഇടവഴിയിൽ കൂടി തപ്പി തടഞ്ഞെത്തി. അവൻ വയലിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, യഹോവേ, യഹോവേ, നീ എന്റെ ഭാര്യയുടെ ജീവനെ എനിക്ക് വിട്ടുതരികയാണെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞാടിനെ നിനക്കായി നാളെ ബലിയർപ്പിക്കാം. ഇന്ന് കുരുടരായ മനുഷ്യരെ നായ നയിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവർ ഈ നായ്ക്കളെ അതിന് അവരെ നയിക്കുന്നതിനായി പരിശീലിപ്പിക്കുന്നു. ആ കാലത്ത് അവർ ചെമ്മരിയാടുകളെ അതിനുവേണ്ടി പരിശീലിപ്പിച്ചിരുന്നു. അതിനാൽ അവനെ കൊണ്ടുപോയിരുന്നത് ഒരു ചെമ്മരിയാടായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, യഹോവേ, നീ എന്റെ ഭാര്യയെ സുഖപ്പെടുത്തിയാൽ നാളെ ഞാൻ നിനക്കായി എന്റെ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതാണ്. അങ്ങനെ അവന്റെ ഭാര്യ സുഖപ്പെട്ടു. അടുത്ത ദിവസം അവൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മഹാപുരോഹിതനായ കയ്യപ്പ അവനെ കണ്ടിട്ട് ചോദിച്ചു, കുരുടനായ ബർത്തിമായിയെ, നീ എവിടെ പോവുകയാണ്? അവൻ പറഞ്ഞു, ഓ മഹാപുരോഹിത, ഞാൻ എന്റെ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതിനായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. നീ എന്റെ ഭാര്യയെ സുഖമാക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞാടിനെ നിനക്ക് തരാമെന്ന് യഹോവയോട് ഞാൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ബർത്തിമായി, നിനക്കത് ചെയ്യാൻ കഴിയില്ല.
കാരണം ആ കുഞ്ഞാട് നിന്റെ കണ്ണുകളാകുന്നുവല്ലോ. ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം, നീ പോയി ദേവാലയത്തിലുള്ള വിൽപ്പനക്കാരിൽ നിന്നും നിനക്കൊരു കുഞ്ഞാട് വാങ്ങിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എന്നാൽ ബർത്തിമായി പറഞ്ഞു, ഓ മഹാപുരോഹിത, ഞാൻ വേറൊരു കുഞ്ഞാടിനെ യഹോവയ്ക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ല, ഈ കുഞ്ഞാടിനെയാണ് വാഗ്ദത്തം ചെയ്തിരുന്നത്. ഓ ദൈവമേ, നിങ്ങൾ അങ്ങനെ ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എല്ലാത്തിലും മതിയായവനായ ആ കുഞ്ഞാടിനെ കാണുന്നുവെങ്കിൽ ചിന്തിക്കുക, കർത്താവെ, നീ എന്നെ സൗഖ്യമാക്കിയാണെങ്കിൽ ഞാൻ നിന്നെ സേവിക്കാം എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. എന്റെ കുഞ്ഞിനെ നീ ജീവിക്കുവാനിടയാക്കിയാൽ എനിക്ക് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവ് കല്ലറയിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ പിതാവോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ആരെങ്കിലും പോകുമ്പോൾ, ഓ ദൈവമേ, ഞാനവരെ കണ്ടുമുട്ടും, ഞാനവരെ വീണ്ടും കണ്ടുമുട്ടും എന്ന് നിങ്ങൾ പറയുമ്പോൾ വാസ്തവമായിട്ട് നിങ്ങൾ അത് അർത്ഥമാക്കുന്നുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങൾ വാഗ്ദത്തം ചെയ്തത് നിവൃത്തിയാകാതെ ഈ ഈസ്റ്റർ ദിവസം കടന്നു പോകുമോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. അവൻ ചെന്നിട്ട് ഈ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. തിരികെ വരുമ്പോൾ ആരോ അവന് വഴികാട്ടി കൊടുത്തു. അവൻ തിരികെ വരുമ്പോൾ അവനോട് അവർ പറഞ്ഞു, ബർത്തിമായി, നീ അത് ചെയ്തുകൂടായിരുന്നു. അവന്റെ കുഞ്ഞാടിനെ എടുത്തുകൊണ്ടുപോയ പുരോഹിതനും പറഞ്ഞു, നിനക്കത് കഴിയില്ല, ഈ കുഞ്ഞാടിനെ നീ ബലിഹരിക്കരുത്. അവർ പറഞ്ഞു, ബർത്തിമായി, നിനക്കറിയാമോ ഈ കുഞ്ഞാട് നിന്റെ കണ്ണുകളാകുന്നു? അവൻ പറഞ്ഞു, അതെ, എനിക്കറിയാം. എന്നാൽ ഞാൻ ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ദൈവം ഈ കുരുടനായ ബർത്തിമായുടെ കണ്ണുകൾക്ക് വേണ്ടി വേറൊരു കുഞ്ഞാടിനെ തയ്യാറാക്കി തരും. അതിനുശേഷം അധികം സമയമായിരുന്നിട്ടില്ല. ഒരു ദിവസം അവൻ തണുപ്പത്ത് വിറക്കിയായിരുന്നു. അവനൊരു ശബ്ദം കേട്ടു, ദൈവം കുരുടനായ ബർത്തിമായുടെ കണ്ണുകൾക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ തയ്യാറാക്കിയിരിക്കുന്നു. അവൻ തെരുവിൽ കൂടി നടന്നു വരുമ്പോൾ അവൻ ചോദിച്ചു, എന്താണ് ഈ ഒച്ച കേൾക്കപ്പെടുന്നത്? അവനുള്ളിടത്ത് സാധാരണ ഒച്ചയുണ്ടായിരിക്കും. എന്താണ് ഈ ഒച്ച കേൾക്കുന്നതെന്ന് അവൻ ചോദിച്ചു. നസറായനായ യേശു എന്ന ഒരു വ്യക്തി കടന്നു പോകുന്നതാണ് എന്നാരോ അവനോട് പറഞ്ഞു. അവൻ തന്റെ പുതപ്പെറിഞ്ഞു കളഞ്ഞിട്ട് അതെവിടെ പോയി എന്ന് വീണുവെന്ന് കാര്യമാക്കാതെ ചാടി എഴുന്നേറ്റു. ദൈവം ഒരു കുഞ്ഞാടിനെ സജ്ജമാക്കിയിരുന്നു. അവൻ കുഞ്ഞാടിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഓ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. ആ പ്രവാചകനായ രാജാവിന്റെ ചുറ്റുമായി അടുത്ത് നിന്നിരുന്ന ധനികരായ മനുഷ്യരും മറ്റും അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, മിണ്ടാതിരിക്കൂ, അവന് നിന്നെ കേൾക്കാൻ കഴിയുകയില്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞു. അവരിൽ ചിലർ പറഞ്ഞു, അത്ഭുതങ്ങളുടെ നാളുകൾ കടന്നുപോയിരിക്കുന്നു, അങ്ങനെ പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയില്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. ദൈവം ഒരു കുഞ്ഞാടിനെ ഒരുക്കിയിരുന്നു. കുരുടനായ ബർത്തിമായുടെ കണ്ണുകൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അതേ കുഞ്ഞാടിനെ അവൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 1900 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഇതേ ദിവസം ഗോൽഗൊത്തായുടെ മുകളിൽ കയറിയിട്ട് നമുക്ക് വേണ്ടി മുറിവേറ്റും വെട്ടപ്പെട്ടും കൊണ്ട് അവനെ തന്നെ അർപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക സ്നേഹിത, ഹാബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുവന്ന് ബലിക്കല്ലിന്മേൽ അറുത്തു. നിങ്ങൾ ഇതിനെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവരുന്നതാണ് നല്ലത്. കുഞ്ഞാട് മരിച്ച അതേ പാറയിൽ തന്നെ ഹാബേലും മരിച്ചു. നിങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ സ്വയമായി മരിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ സ്വന്തമായ എല്ലാ വിചാരങ്ങൾക്കായി മരിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കുഞ്ഞാടുമായി ആ പാറമേൽ കിടന്ന് മരിച്ചുകൊണ്ട് പറയുക, ഓ ദൈവമേ, എന്നോട് കരുണ കാണിക്കണമേ. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ പ്രൗഢിത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും അതുപോലെയുള്ള കാര്യങ്ങൾക്കായി അവരുടെ ജീവിതത്തെ തന്നെ കൊടുക്കുന്നു. വൃദ്ധരായ ജനങ്ങൾ അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ അന്തസ്സിനെക്കുറിച്ചും അവരുടെ അയൽക്കാരെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. ഓ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്തുകൊണ്ട് കാൽവരിയിലേക്ക് എഴിഞ്ഞു പോകുന്നില്ല? ഹല്ലേലൂയ! നിങ്ങളുടെ സ്വന്തം ജീവൻ വെട്ടപ്പെട്ടിട്ട് അവനോടൊപ്പം കുരിശിൽ മരിക്കാനിടയാകട്ടെ. നിങ്ങളുടെ കൈകൾ അവനെ ചുറ്റി പിടിച്ചുകൊണ്ട്, എന്നെ ഒളിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ പാറയെ, ഞാൻ എന്നെ തന്നെ സ്വയം നിന്നിൽ മറയ്ക്കട്ടെ. വെള്ളമിളകി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കൊടുങ്കാറ്റ് ഉഗ്രമായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ മറയ്ക്കണമേ. എന്റെ രക്ഷിതാവെ, എന്നെ മറയ്ക്കണമേ. ലോകം അവർക്ക് തോന്നിയത് എന്തും ചെയ്യട്ടെ. വേദശാസ്ത്ര പണ്ഡിതന്മാർ അവർക്ക് വേണ്ടിയത് ചെയ്യട്ടെ. എനിക്ക് അവരുടെ വേദശാസ്ത്രം വേണ്ട. എനിക്ക് വേണ്ടിയത് യേശുക്രിസ്തു എന്റെ ഹൃദയത്തിലാകുന്നു. എന്റെ കുഞ്ഞാടിനോടൊപ്പം ഞാൻ മരിക്കട്ടെ. ഓ, അന്ന് രാത്രിയിൽ ഞാൻ ഒരു കറുത്തവർഗക്കാരുടെ മതപ്രചാരകരുടെ സംഘത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അതെത്ര കഠിനമായ കാര്യമായിരുന്നുവെന്ന് ഞാൻ അറിയുന്നു. വെള്ളക്കാരായ ജനങ്ങൾ അവിടെ ചുറ്റുമായി നിന്നുകൊണ്ട്, ഇതാ അവൻ കറുത്തവർഗക്കാരുടെ മതപ്രചാരണ സംഘത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു. അതൊരു കഠിനമായ കാര്യമായിരുന്നു. എന്റെ ഉള്ളിൽ ഞാനൊരു കന്റുക്കിക്കാരനാണെന്നുള്ള ഒരു വലിയ പ്രൗഢിത്വത്തോടു കൂടി ഞാൻ അവിടേക്ക് കടന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കത് വേണമെങ്കിൽ നേരെ അവിടേക്ക് നടന്നു ചെല്ലുക. ഞാൻ നേരെ അവിടേക്ക് കടന്നു എന്ന് വേദിയിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ സ്വയം തന്നെയായ ബിൽ ബ്രണഹാം മരിക്കുന്നതുവരെ 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കിടന്നു. ഹല്ലേലൂയ! ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനല്ല, എന്നാൽ ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ആ മഹത്തായ പുനരുദ്ധാന നാളിൽ അവൻ വരുമ്പോൾ എന്റെ ശരീരം ഒരുപക്ഷെ ഈ പുൽത്തകടിക്കടിയിൽ വിശ്രമിക്കുകയായിരിക്കാം. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഈ പുല്ലുകൾ മാറുകയും അവന്റെ തേജസ്സേറിയ സ്വരൂപത്തിൽ വളരെ പേരോടൊപ്പം ഞാനും കടന്നു വരുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ! കാരണം ഞാൻ അവനെ അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ അറിയുന്നു. നിങ്ങളിൽ ഓരോരുത്തരും അത് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഗോൽഗൊത്തയിലേക്ക് എഴിഞ്ഞു കയറുക. നമുക്കിപ്പോൾ തന്നെ ഒരു ചെറിയ യാത്ര നടത്തിക്കളയാം. സഹോദരി,
അതിനൊരു രാഗം തരികയാണെങ്കിൽ എൻ ദൈവമേ അങ്ങയുടെ അരികിലേക്ക് എന്ന പാട്ടാകുന്നു. അതൊരു ശവോടക്കത്തിന്റെ പാട്ടാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എങ്കിൽ സഹോദര, നമുക്കൊരു ശവോടക്കത്തിന്റെ ആവശ്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോഴാകുന്നു. അത് മനുഷ്യർ അവരുടെ പ്രശസ്തിക്കും അവർക്ക് വേണ്ടി തന്നെയുമായിട്ട് മരിക്കുമ്പോഴാകുന്നു. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് ആ സഹോദരി നമുക്ക് ഈ പാട്ടിന്റെ രാഗം തരുമ്പോൾ നമുക്ക് നിശബ്ദമായി നിൽക്കാം. ഓ ദൈവമേ, അങ്ങ് ദൂരെയായി എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ അസ്ഥികൾ പോലും വിറയ്ക്കുന്നു. ആ കുഞ്ഞാടിനെ അവർ വെട്ടിയപ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചത് ഞാൻ കാണുന്നതായി വിചാരിക്കുന്നു. പടയാളികൾ അവന്റെ മുഖത്ത് തുപ്പിയിട്ട്, ഓ രാജാവേ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പ്രവാചകന്മാരുടെ പ്രവാചകനായിരുന്നു. അവന്റെ കണ്ണിൽ തുണി കെട്ടിയിട്ട് അവന്റെ തലയിൽ അവർ ഞാങ്ങണ കൊണ്ട് അടിച്ചിട്ട് അവനോട്, ആർ നിന്നെ അടിച്ചു എന്ന് പ്രവചിക്കുക എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വായ തുറന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അവനിത് നേരത്തെ പറഞ്ഞിരുന്നു. അവന്റെ കൈകളെ പിന്നിലായി അവർ കെട്ടി ഒരു വലിയ ചമ്മട്ടി കൊണ്ട് അവനെ പ്രഹരിച്ചിട്ട് അവന്റെ വിലയേറിയ വാരിയെല്ലുകൾ പിന്നിൽ കൂടെ കാണുമാറായിരുന്നു. രക്തം അതിൽ നിന്ന് ഒഴുകിയിട്ടത് ഭൂമിയെ കുലുക്കിയിരുന്നു. അവൻ നടക്കുമ്പോൾ അവന്റെ ചെരുപ്പിൽ നിന്നും രക്തം ഞെക്കിപ്പിഴിയപ്പെടുന്നതിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അത് ഇമ്മാനുവേൽ ആയിരുന്നു. അത് ദൈവമായിരുന്നു. ദൈവത്തിന്റെ രക്തമായിരുന്നു. അവർ ആ കുരിശെടുത്ത്, ആ പഴയ പൊള്ളിക്കുന്ന പരിവരുത്ത കുരിശെടുത്ത് അവന്റെ തോളിൽ വെക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ഇതാ അവൻ പോകുന്നു. തന്റെ മുറിവേറ്റ പിൻഭാഗത്ത് ആ കുരിശും താങ്ങിക്കൊണ്ട് ആ തെരുവിൽ കൂടെ അവൻ നടന്നുപോയി. ഒരു വലിയ ജനക്കൂട്ടം നിലവിളിച്ചുകൊണ്ട് അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതാ പോകുന്നു ആ പ്രവാചകൻ, ആ മഹാനായ യേശു ഇതാ പോകുന്നു, ആ ദിവ്യ രോഗശാന്തിക്കാരൻ ഇതാ പോകുന്നു. എന്നാൽ അവൻ എന്റെ കർത്താവാകുന്നു. ഓ ദൈവമേ, ഞാനും അവനോടൊപ്പം കയറട്ടെ. അവനിതാ മലയിലേക്ക് ചവിട്ടി കയറുന്നു. അവിടെ ചെറുപ്പക്കാരും അർദ്ധനഗ്നരായ യുവതികളും അവന് ചുറ്റുമായി ഓടി നടന്ന് പരിഹസിക്കുന്നത് എനിക്ക് കാണാം. അവൻ ഈ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആൺകൂട്ടുകാർ അവരെ ആലിംഗനം ചെയ്യുന്നത് ഞാൻ കാണുന്നു. സഹോദരൻ വുഡ്, അത്രയും ധാരാളമായ ഒരു മാറ്റം ഇതുവരെയും അതിൽ നിന്നും ഉണ്ടായിട്ടില്ല. വലിയ സഭക്കാരായ അംഗങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം, നോക്കൂ, ആ മനുഷ്യനാണ് നമ്മുടെ സഭയെ പൊട്ടിച്ചു കളയാൻ പോയിരുന്നത്. നമ്മുടെ പാസ്റ്ററിനെതിരായി പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ അവൻ എന്ത് പറ്റിയിരിക്കുന്നുവെന്ന് നോക്കൂ. എന്നാൽ അത് ഇപ്രകാരമായിരിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. അവൻ തന്റെ തല തിരിച്ചപ്പോൾ തുപ്പൽ അവന്റെ താടിയിൽ കൂടി ഒഴുകുന്നത് എനിക്ക് കാണാം. അവൻ തന്റെ കണ്ണുകളെ ആകാശത്തിലേക്ക് ഉയർത്തുകയും ഞരങ്ങിക്കൊണ്ട് സ്വല്പം കൂടി മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു. കർത്താവേ, വിശ്വാസത്താൽ ഞാൻ അവനോടൊപ്പം ഇപ്പോൾ നടക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പിന്നിൽ തട്ടിക്കൊണ്ട് അവനോട്, കർത്താവേ, ഞാൻ ഇവിടെ നിൽക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നോട് പറയുക മാത്രം ചെയ്യുക, ഞാനത് ചെയ്യാം. കർത്താവെ, ഞാൻ നിന്നെ എത്രയധികം അഭിനന്ദിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ദൂരെ മലയുടെ മുകളിൽ അവർ അവനെ കിടത്തിയിട്ട് അവന്റെ വിലയേറിയ കരങ്ങൾ പിന്നിലേക്ക് വലിച്ചു വെച്ചു. അത് പനിയെ വിടുവിച്ച കരങ്ങളായിരുന്നു. ആ പാവം പിടിച്ച വിധവയുടെ മകൻ കിടന്നിരുന്ന ശവപ്പെട്ടിയെ തൊട്ട് അവനെ ജീവങ്കിലേക്ക് കൊണ്ടുവന്ന കരങ്ങളായിരുന്നു. അവൻ പേടമാനെന്ന അർത്ഥമുള്ള തവിതയെ ജീവങ്കിലേക്ക് കൊണ്ടുവന്നവനായിരുന്നു. അവൻ യായരാസിന്റെ മകളെ ജീവങ്കിലേക്ക് വിളിച്ചവനായിരുന്നു. അവൻ ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചവനായിരുന്നു. ആ ചുണ്ടുകളിൽ നിന്ന് ഇപ്പോൾ രക്തമൊഴുകിയും കരഞ്ഞു വരണ്ടുമിരുന്നു. ആ വലിയ ക്രൂരമായ ആണികൾ അവന്റെ കരങ്ങളിലേക്കും കാലുകളിലേക്കും ആഞ്ഞിറങ്ങി. അവർ എന്റെ കൈകളും കാലുകളും തുളച്ചുവെന്ന് പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അവിടെ സംഭവിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഇത്? ഇത് ഹാബേലിന്റെ കുഞ്ഞാടായിരുന്നു. അവർ അവനെ എടുത്ത മണ്ണിലേക്ക് ആഞ്ഞെറിഞ്ഞു നിർത്തി. അവന്റെ മാംസം കീറി അവന്റെ പാവം ശരീരം വിറച്ചു. എനിക്ക് ദാഹിക്കുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ അവന് കുടിപ്പാൻ പുളിച്ച വീഞ്ഞു കൊടുത്തു. അവർ അവനെ ശകാരിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി നീ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കാണിക്കുക. എന്നാൽ അപ്പോഴേക്കും ആകാശം ഇരുളുവാൻ തുടങ്ങി, കൊല്ലിയാൻ മിന്നുവാൻ തുടങ്ങി. ദൈവം തന്റെ മുഖത്തെ മറക്കിയായിരുന്നു. അവൻ ഇനിയും അത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓ ദൈവമേ, പാപം എത്ര ക്രൂരമേറിയതാകുന്നു! എത്രമാത്രം ക്രൂരമേറിയതായിട്ട് ആ വിലയേറിയവനെ അത് ചെയ്യുന്നതിന് കാരണമാക്കി. അവൻ അതിനത്രമാത്രം വില കൊടുത്തിട്ട് ദൈവം സ്വയം തന്റെ മുഖം മറച്ചു കളഞ്ഞു. ദൂതന്മാർ അവരുടെ മുഖം തിരിച്ചു കളഞ്ഞിട്ട് അവനോടൊപ്പം കരഞ്ഞുകൊണ്ട് അവരുടെ മുഖം മറച്ചു കളഞ്ഞു. ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഇനിയും മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കിനിയും പ്രവാസിക്കാൻ കഴിഞ്ഞില്ല. അവയെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ കുരിശിൽ കിടന്ന് മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ തന്റെ തല ചായ്ച്ചു. അവനത് ചെയ്യുന്നതിന് മുമ്പ് തന്റെ വസ്ത്രങ്ങൾക്കായി ചീട്ടിട്ട് കൊണ്ടിരുന്നവരെ നോക്കി പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നിവൃത്തിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. എല്ലാം സ്നേഹത്തിൽ കൂടിയായിരുന്നു. അത് ലോകസ്ഥാപനം മുമ്പ് അറുക്കപ്പെട്ട ആദാമിന്റെ കുഞ്ഞാടും ദൈവത്തിന്റെ തയ്യാറാക്കപ്പെട്ട കുഞ്ഞാടുമായിരുന്നു. അവിടെ അവൻ സ്നേഹിതരില്ലാതെ ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ട് അവൻ മരിച്ചു. തന്റെ സ്വന്തം പിതാവായ ദൈവം അവനെ തള്ളിയിരുന്നു. അവൻ രക്തം പ്രവഹിച്ചുകൊണ്ട് അവിടെ കിടന്നിരുന്നു.
എന്നിരിക്കലും നാം കളിച്ചും ചിരിച്ചും കൊണ്ട് ഒന്നും സംഭവിക്കാത്ത മാതിരി ചുറ്റി നടക്കുന്നു. ഓ ദൈവമേ, ഇതാ രക്തമായിരുന്നു. ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ രക്തമാണ് എന്നെ സൗഖ്യമാക്കിയത്. ഒരു പാപിയായ മനുഷ്യനായി ഞാൻ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ആ രക്തമാണ് എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ചത്. ഞാൻ ജീവിച്ചിരുന്ന ദുഷ്ടതയേറിയ സ്ഥലത്ത് നിന്നും എന്നെ എടുത്ത് നിന്റെ പുത്രനാക്കി വെച്ചത് ആ രക്തമായിരുന്നു. ഓ മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാടെ, നിന്റെ വിലയേറിയ രക്തം കർത്താവെ എന്നെ അങ്ങയുടെ കുരിശിങ്കൽ അരികിൽ ആക്കണമേ. അതെന്റെ ദർശനമാണ്. അതായിരുന്നു അങ്ങ് ദൂരെ ആ സ്നേഹം ദൈവത്തിന്റെ മഹത്തായ ഹൃദയത്തെ മുഴുവനും താഴേക്ക് കൊണ്ടുവന്നത്. അവന്റെ അടുക്കിലേക്ക് വരുന്നവരാരും തന്നെ തള്ളിക്കളയപ്പെടുന്നില്ല. അവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കും. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ തള്ളിക്കളയുകയില്ല. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഓരോ വ്യക്തികളും അവരുടെ വീടുകളിലേക്ക്, അവരുടെ മനസ്സുകളിൽ ഇതെന്തൊരു ബലിയാകുന്നു, വീണ്ടെടുക്കുന്നതിന് എന്ത് വിലയാണിത് കൊടുത്തിരിക്കുന്നത്, ദൈവത്തിന് ഇത് എന്ത് വിലയായിരിക്കുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുവാനിടയാക്കണമേ. നമുക്ക് യാതൊരു വിലയും കൊടുക്കേണ്ടി വന്നില്ല. അത് ദൈവത്തിന് തന്റെ പുത്രനെ വില വെച്ചു. അത് ദൈവത്തിന് കൊടുക്കേണ്ടി വന്ന ഏറ്റവും വലിയ വിലയായിരുന്നു. അത് ക്രിസ്തുവിന് തന്റെ ജീവനെ വില വെച്ചു. അവൻ ഷാരോണിലെ പനിനീർ പുഷ്പമായിരുന്നു. എന്നാൽ ഈ പനിനീർ പൂവിൽ നിന്നും സുഗന്ധത്തെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്കത് ചതയ്ക്കേണ്ടിയിരിക്കുന്നു. അവന്റെ മനോഹരമായ ജീവൻ 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ നാം ജീവിക്കുന്നതിന് വേണ്ടി ചതയ്ക്കപ്പെട്ടു. ഓ എന്റെ ദൈവമേ, ഞാൻ നിന്റെ അരികിലാകട്ടെ. കർത്താവേ, എന്റെ അരികിൽ നിൽക്കണമേ, എന്റെ അരികിൽ നിൽക്കണമേ. ഞാൻ എന്റെ വഴിയുടെ ഈ അവസാനം എത്തുമ്പോൾ കർത്താവേ, എന്റെ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് മരിച്ചവനായ അവൻ എന്റെ അടുക്കൽ വരാനിടയാക്കണമേ. ഇവിടെയുള്ള എല്ലാവരെയും അതേപോലെ ആക്കണമേ. നാളെ കർത്താവേ, അല്ലെങ്കിൽ മറ്റന്നാൾ ഈ സഭയിലിരുന്ന് ഒരു വട്ടം സന്ദേശം കേട്ട ഒരു യുവതിയുടെ ശവോടക്ക ശുശ്രൂഷയാകുന്നു. അവിടുന്ന് നീ അവളെ കുറിച്ചെല്ലാം അറിയുന്നു. അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവൾ സുരക്ഷിതയാകുന്നു. അവൾ വന്നിട്ടില്ലെങ്കിൽ അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, കരുണ കാണിക്കണമേ. ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ നിന്നും അവരുടെ വീടുകളിലേക്ക് പോകുന്ന ഓരോ പുരുഷന്മാരും സ്ത്രീകളും, എന്റെ കൈകളിൽ യാതൊന്നുമില്ല, നിന്റെ കുരിശിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നുവെന്ന് വളരെ ഗംഭീരതയോടെ ചിന്തിച്ചുകൊണ്ട് പോകാനിടയാക്കണമേ. അവരിൽ ഓരോരുത്തരും ആ കുരിശിങ്കൽ മരിക്കുവാനിടയാക്കണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗപീഠത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ പഴയ വാർത്ത കെട്ടിയ കെട്ടിടവും എന്റെ ജീവനെയും നിനക്കായി സമർപ്പിക്കുന്നു. നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ ക്രൂശീകരണത്തിന്റെ ഓർമ്മയുടെ രാത്രിയിൽ ഞാൻ എന്നെ തന്നെ നിനക്കായി പുതുതാക്കിക്കൊണ്ട് സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ എടുക്കണമേ. എന്റെ കുറ്റങ്ങളെയും കുറവുകളെയും എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്നതിനായി ദൈവത്തിന്റെ ആത്മാവിൽ എന്നെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാ പാപികളോടും ക്ഷമിക്കണമേ. എല്ലാ പിമ്പോക്കരെയും വീണ്ടും അവകാശപ്പെടണമേ. എല്ലാ പാപികളായ മനുഷ്യരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇപ്പോൾ തലവണങ്ങിയിരിക്കുക. പിന്നിലിരിക്കുന്ന ചെറുപ്പക്കാരായ ചില വ്യക്തികളോട് കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് പരുഷമായി സംസാരിക്കേണ്ടി വന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ബ്രൻഹാം വളരെ പരുഷമാണെന്ന് നിങ്ങൾ വിചാരിച്ചു കാണും. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ തുടങ്ങിയിടത്ത് ഞാനും എത്തിയിരുന്നു. അതെന്താണെന്ന് എനിക്കറിയാം. ആ കാരണത്താലാണ് നിങ്ങൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്ന് വെച്ച് ഞാനത് പറഞ്ഞത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെനിക്കൊരു സമർപ്പണത്തിന്റെ സമയമാകുന്നതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിൽ ചില മാതാക്കളും പിതാക്കന്മാരും വൃദ്ധരായ മനുഷ്യരും ഇതൊരു സമർപ്പണത്തിന്റെ സമയമായിട്ട് ഇപ്പോൾ എടുക്കുകയില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവനെ സ്വീകരിക്കുക. നിങ്ങളുടെ സമ്പൂർണ്ണ പ്രാണനോട് അവനെ സ്നേഹിക്കുക. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനായി ആഗ്രഹിക്കപ്പെടുന്നവരുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പറയുക, സഹോദരൻ ബ്രൻഹാം, എന്നെയും ഓർക്കണമേ. ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കാനായി ആഗ്രഹിക്കുന്നു. ശരി, ഡസനോളം കരങ്ങൾ ഉയർന്നിരിക്കുന്നു. പിതാവ്, ഇവരെല്ലാം ഓർക്കണമേ. നീ ഇത് അനുവദിച്ചു തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കവിളുകളിൽ കൂടി കണ്ണുനീർ ഒഴുകുകയും എന്റെ കണ്ണുനീർ തുള്ളികൾ ഈ പ്രസംഗപീഠത്തിൽ വീഴുകയും ചെയ്യുന്നു. അവരിൽ ചിലർ തുവാലകൾ കൊണ്ട് തുടയ്ക്കുന്നു. അവരിൽ ചിലർ ശരീരമുള്ള പരിക്കരായ മനുഷ്യർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. കണ്ണുനീർ അവരുടെ മുഖത്തുകൂടി ഒഴുകി കവിളുകൾ ചുളുങ്ങിയിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സ്വീകരിക്കണമേ. നിന്റെ ഈ ദിവ്യ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരോടും നീ ക്ഷമിക്കണമേ. പ്രിയപ്പെട്ട ദൈവമേ, ഇന്ന് രാത്രിയിൽ ചെറുപ്പക്കാരും വൃദ്ധരുമായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ നാളിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി നിന്റെ രാജ്യത്തിലേക്ക് എടുക്കപ്പെടുമാറാകണമേ എന്ന് അവന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ സാവധാനമായി നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയും. നിങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കുവീൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കർത്താവെ, നീ വന്ന് ഈ ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നിങ്ങൾ വളരെ ആദരവോടും മറ്റാരോടും ഒരു വാക്കുപോലും സംസാരിക്കാതെ സാവധാനത്തിൽ ഈ കെട്ടിടം വിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുക. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുക. ഒരു വാക്കുപോലും പറയാതെ തിരിഞ്ഞ് പുറത്തേക്ക് പോയിക്കൊള്ളുക. ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു.
എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. എന്നിട്ടും നാം അവനെ ആദരിച്ചതുമില്ല.